നോക്കാം. ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തനത്തിൽ പ്രോസിക്യൂഷന് കോടതിയുടെ രൂക്ഷ വിമർശനം. ഗൺമാന്മാരുടെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കവെയാണ് വിമർശനം. ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയ റിപ്പോർട്ട് എവിടെയെന്ന് കോടതിയുടെ ചോദ്യം. റിപ്പോർട്ട് ഇന്ന് തന്നെ നൽകാനും നിർദ്ദേശം. പ്രതിഷേധക്കളമായി സംസ്ഥാനം. തലസ്ഥാനത്തെ പോലീസ് നടപടിക്കെതിരെ SFIയുടെ പ്രതിഷേധം. തിരുവനന്തപുരത്തും തൃശൂരിലും ജലപീരങ്കി പ്രയോഗം. പ്രധാനമന്ത്രിയെ സന്ദർശിച്ച് മുഖ്യമന്ത്രി VD സതീശൻ. ആദ്യ കൂടിക്കാഴ്ചയിൽ സംസ്ഥാന വികസനം ചർച്ചാ വിഷയം. ധനമന്ത്രി നിർമ്മല സീതാരാമനുമായും ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായും കൂടിക്കാഴ്ച. വിജിലൻസ് ഉന്നതരുടെ യോഗം വിളിച്ച ആഭ്യന്തരമന്ത്രി. അഴിമതിമുക്ത കേരളത്തിനായി പുതിയ പദ്ധതി. അഴിമതിക്കാരെ വെറുതെ വിടില്ലെന്ന് രമേശ് ചെന്നിത്തല. ആയിരത്തി 1969 വിജിലൻസ് മാനുവൽ പരിഷ്കരിച്ചേക്കും. മാസപ്പടി കേസിൽ ഇഡിക്ക് ഹൈക്കോടതിയുടെ പച്ചക്കൊടി. പിണറായി വിജയന്റെ മകൾ വീണ വിജയനെതിരായ അന്വേഷണം തുടരാം. CMRലും ജീവനക്കാരും നൽകിയ ഹർജി തള്ളി. വയനാട്ടിൽ വീണ്ടും കാട്ടാനക്കൊല. പുത്തുമലയിൽ സ്കൂട്ടറിൽ യാത്ര ചെയ്ത ദമ്പതികളെ ആക്രമിച്ചു. കൊല്ലപ്പെട്ടത് ഷാജിയുടെ ഭാര്യ ജെസ്സി. ജെസ്സിയുടെ ജീവൻ നഷ്ടമാക്കിയത് മുൻ സർക്കാരെന്ന് വനം മന്ത്രി. ജെസ്സിയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം ഉടനെന്നും ഷിബു ബേബി ജോൺ. സിനിമയിലെ റിവ്യൂ ബോംബിംഗിൽ കൊച്ചിയിൽ യോഗം വിളിച്ച് ഫിലിം ചേംബർ. പണം വാങ്ങിയുള്ള സിനിമാ റിവ്യൂ ആരോപണങ്ങൾ ചർച്ച ചെയ്യും. അശ്വന്ത് കോക്ക് അടക്കമുള്ളവർക്കെതിരെയാണ് പണം വാങ്ങിയുള്ള ആരോപണം. ഇന്ധന പ്രതിസന്ധിക്കിടെ പുതിയ എണ്ണ പ്രകൃതിവാതക ശേഖരങ്ങൾ കണ്ടെത്താൻ ഇന്ത്യ. കിഴക്കൻ തീരങ്ങളിൽ പരിശോധന നടത്തും. പെട്രോൾ ഡീസൽ വില വർധനയ്ക്ക് പിന്നാലെ CNGയും വില കൂട്ടി. വർദ്ധിപ്പിച്ചത് കിലോഗ്രാമിന് 2 രൂപ. ബംഗാളിൽ തിരിച്ചുവരവിനൊരുങ്ങി ഇടതു പാർട്ടികൾ. ഉപതെരഞ്ഞെടുപ്പിൽ നേട്ടം കൊയ്ത് CPM. മുസ്ലിം വിഭാഗത്തിൽ സ്വാധീനമേറിയെന്ന് വിലയിരുത്തൽ. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ദയനീയ തോൽവിക്ക് പിന്നാലെ തൃണമൂലിൽ വൻ കൊഴിഞ്ഞുപോക്ക്. സമാധാന ചർച്ചകൾക്കിടെ ഇറാനിൽ ആക്രമണം അഴിച്ചുവിട്ട അമേരിക്ക. തെക്കൻ നഗരമായ ബന്ദർ അബ്ബാസിൽ വ്യോമാക്രമണം. ഹോർമൂസ് കടലിടുക്കിലെ വിവിധ മേഖലകളിലും സ്ഫോടന പരമ്പര. ആക്രമണം സ്വയം പ്രതിരോധമെന്ന നിലയിലെന്ന് US സെൻട്രൽ കമാൻഡ്. വിശദമായി കിടക്കുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി മുഖ്യമന്ത്രി VD സതീശൻ കൂടിക്കാഴ്ച നടത്തി. 20 മിനിറ്റോളമാണ് കൂടിക്കാഴ്ച നീണ്ടുനിന്നത്. ഉച്ചയ്ക്ക് ശേഷം ധനമന്ത്രി നിർമ്മല സീതാരാമനുമായും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുമായും കൂടിക്കാഴ്ച ഉണ്ടാകും. നാളെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെയും VD സതീശൻ കാണും. കിരൺ ബാബു ചേരുന്നു. കിരൺ, സുപ്രധാനമാണ് ഈ കൂടിക്കാഴ്ച. കാരണം മുഖ്യമന്ത്രിയുടെ ആദ്യ കൂടിക്കാഴ്ചയാണ് കേന്ദ്രവുമായി. എന്തൊക്കെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ചർച്ചയായി? അതിന്റെ സൂചനകൾ എന്തെങ്കിലും ലഭ്യമാണോ? സജിത്തെ, മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുത്ത ശേഷമുള്ള ആദ്യ കൂടിക്കാഴ്ചയ്ക്കായിട്ടാണ് ഡൽഹിയിൽ മുഖ്യമന്ത്രി VD സതീശൻ എത്തിയത്. 20 മിനിറ്റ് ആയിരുന്നു പ്രധാനമന്ത്രിയുമായിട്ടുള്ള കൂടിക്കാഴ്ച. ചീഫ് സെക്രട്ടറി അടക്കമുള്ള ഉദ്യോഗസ്ഥ സംഘവും മുഖ്യമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. കേരളത്തിൻ്റെ സുപ്രധാനമായ വികസന പദ്ധതി, ഇത് കെർട്ടസി ഒരു വിസിറ്റ് മാത്രമാണെങ്കിൽ പോലും കേരളത്തിൻ്റെ സുപ്രധാനമായ വികസന പദ്ധതികൾ സംബന്ധിച്ച ചില റിപ്പോർട്ടുകളൊക്കെ പ്രധാനമന്ത്രിക്ക് മുന്നിൽ സമർപ്പിക്കാനും അദ്ദേഹത്തിന് മുന്നിൽ അവതരിപ്പിക്കാനുമുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇത് സംബന്ധിച്ച ഒരു ഔദ്യോഗിക വിശദീകരണം മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഇതുവരെയും ഉണ്ടായിട്ടില്ല. അനൗദ്യോഗിക
ഔപചാരികമായ ആദ്യത്തെ സാധാരണ മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ പ്രധാനമന്ത്രിയെ സന്ദർശിക്കുക എന്നുള്ളത് ഒരു സാധാരണ രീതിയാണ്. അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ടാണ് കേന്ദ്രവുമായി ഒരു നല്ല ബന്ധം കാത്തു സൂക്ഷിക്കുക പ്രധാനമന്ത്രിയെ മുഖ്യമന്ത്രി സന്ദർശിച്ചത്. ഉദ്യോഗസ്ഥ സംഘം ഒപ്പം ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട വിഷയങ്ങളടക്കം അത് കേരളത്തിൻ്റെ മെട്രോ വികസനമായാലും ഒരു തുറമുഖ സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റുക, അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ എയർ സ്ട്രിപ്പുകളുള്ള സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റുക, അത്തരം കേരളത്തിന് ഒരു എയിംസ് തുടങ്ങിയ വികസന പദ്ധതികൾ, ഇത്തരം പദ്ധതികളുടെ പ്രാഥമികമായ ചില രൂപങ്ങളോ അല്ലെങ്കിൽ ചർച്ചകളോ അതിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് വിശദീകരണം ഉണ്ടായിട്ടില്ല. ഇന്ന് ഉച്ചയ്ക്ക് 2:30 ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായും മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. അതിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ധനമന്ത്രി സ്ഥാനം കേരളത്തിൻ്റെ ധനവകുപ്പിൻ്റെ ചുമതലയുള്ളത് മുഖ്യമന്ത്രിക്ക് തന്നെയാണ്. അപ്പോൾ മുഖ്യമന്ത്രി എന്ന നിലയിലും ധനവകുപ്പ് മന്ത്രി എന്ന നിലയിൽ കൂടിയാണ് ആ കൂടിക്കാഴ്ച. GST അടക്കം കേന്ദ്രവുമായി ബന്ധപ്പെട്ട വിവിധ തർക്കങ്ങളും ഒക്കെയുണ്ട്. ഒരു പുതിയ സർക്കാരാണ്. ആ സർക്കാരിൽ പരമാവധി കേരളത്തിൻ്റെ ആനുകൂല്യങ്ങൾ നേടിയെടുക്കുക, കേരളത്തിന് അർഹതപ്പെട്ട അവകാശങ്ങൾ പരമാവധി നേടിയെടുക്കുക, അത്തരം ഒരു നല്ല ബന്ധത്തിലേക്ക് കേരളവുമായി കൊണ്ടുപോവുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടി ഈ ചർച്ചയ്ക്ക് ഉണ്ടാവണം. ധനമന്ത്രിയുടെ വീട്ടിൽ വെച്ചാണ് ഇന്ന് ഇത്തരം ഒരു കൂടിക്കാഴ്ച നടത്തുന്നത്. നാളെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായും കേന്ദ്ര മാനവവിഭവശേഷി മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനുമായും മുഖ്യമന്ത്രിയും സംഘവും കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ഈ കൂടിക്കാഴ്ച എല്ലാം തന്നെ ഏതെങ്കിലും ഒരു അജണ്ട വെച്ചല്ല. സാധാരണഗതിയിൽ പ്രധാനമന്ത്രിയെയോ മന്ത്രിമാരെയോ ഒക്കെ സംസ്ഥാന മുഖ്യമന്ത്രിമാരോ മന്ത്രിമാരോ കാണുമ്പോൾ മുൻകൂട്ടി അതിന് ഒരു അജണ്ട ഉണ്ടാവും. ഏതെല്ലാം വിഷയങ്ങളിലാണ് ചർച്ച നടത്തേണ്ടതുണ്ടാവുക, ഏതെല്ലാം വിഷയങ്ങളാണ് അവിടെ എടുക്കേണ്ടത്, അതിൻ്റെ ഫയലുകളും അതിൻ്റെ കാര്യങ്ങളും ഒക്കെ അവരും തയ്യാറായി തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ ഇത് അങ്ങനെയല്ല. ആദ്യത്തെ അധികാരം ഏറ്റെടുത്ത ശേഷമുള്ള ആദ്യത്തെ സന്ദർശനം എന്ന നിലയ്ക്ക് അത്തരം ഒരു സന്ദർശനമാണ് ഇപ്പോൾ നടന്നത്. പക്ഷേ അതിനൊപ്പം സ്വാഭാവികമായും പ്രധാനപ്പെട്ട വിഷയങ്ങൾ സംബന്ധിച്ച ചില സൂചനകളും അല്ലെങ്കിൽ ചില ചർച്ചകളും ഒക്കെ ഉണ്ടാവും. പിന്നീടാവും ഇത് സംബന്ധിച്ച് വിശദമായ ചർച്ചകൾ എപ്പോൾ വേണം, അല്ലെങ്കിൽ ആരുമായിട്ടൊക്കെയാണ് ചർച്ച നടത്തേണ്ടത്, ഏതെല്ലാം മന്ത്രിമാരുമായിട്ടാണ് ചർച്ച നടത്തേണ്ടത്, അത് എപ്പോഴാണ് നടത്തേണ്ടത്, അതിൻ്റെ തീയതികളും ഒക്കെ പിന്നീട് നിശ്ചയിക്കപ്പെടും. അതിനുള്ളൊരു മുന്നൊരുക്കം എന്ന നിലയിൽ കൂടിയാണ് ഇതിന് ശേഷം സാധാരണഗതിയിൽ മുഖ്യമന്ത്രിമാർ വാർത്താ സമ്മേളനം നടത്തി എന്താണ് ഈ ചർച്ചയുടെ ഫലം, എങ്ങനെയായിരുന്നു ഈ കൂടിക്കാഴ്ച എന്ന സംബന്ധിച്ച് വിശദീകരിക്കാറുണ്ട്. അത്തരം ഒരു വിശദീകരണം മുഖ്യമന്ത്രി VD സതീശനിൽ നിന്നും ഇന്ന് ഉണ്ടാവും എന്നും പ്രതീക്ഷിക്കുന്നു. കിരൺ, മറ്റൊരു കൗതുകം കൂടിയുള്ളത്, ഇതുവരെ പ്രതിപക്ഷത്തിരുന്ന് നരേന്ദ്രമോദിക്കെതിരെ അതിശക്തമായ വിമർശനങ്ങൾ ഉന്നയിക്കുക എന്നതായിരുന്നല്ലോ അദ്ദേഹത്തിൻ്റെ ദൗത്യം. പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിൽ അദ്ദേഹം ചെയ്തിരുന്നത്. ഇനി മുഖ്യമന്ത്രി എന്ന രീതിയിൽ സ്വാഭാവികമായും കേന്ദ്രവുമായി ഒരു ആരോഗ്യപരമായ ബന്ധം നിലനിർത്തുക എന്നൊരു വെല്ലുവിളി കൂടിയുണ്ട്. നമുക്കറിയാം, രാഷ്ട്രീയമായി പോരടിക്കുമ്പോഴും ആരോഗ്യപരമായ ബന്ധം വേണം, കേന്ദ്ര സംസ്ഥാന ബന്ധം. അപ്പോൾ VD സതീശനെ സംബന്ധിച്ചും ഇതൊരു പുതിയ തുടക്കം, അങ്ങനെ കൂടിയില്ലേ? സൈത, അതാണ് ഏറ്റവും പ്രധാനം. ഈ പ്രതിപക്ഷ നേതൃസ്ഥാനം എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് പ്രത്യേകിച്ച് ഭരണപരമായ ഉത്തരവാദിത്വമൊന്നുമില്ല. ആ സ്ഥാനത്തിരിക്കുമ്പോൾ അതിപ്പോൾ VD സതീശനായാലും മറ്റാരായാലും ആ സ്ഥാനത്തിരിക്കുമ്പോൾ ഒരാൾക്ക് രണ്ടും കൽപ്പിച്ച് ആരെയും വിമർശിക്കാം. അതിന് പ്രത്യേകിച്ച് ഒന്നും നോക്കേണ്ടതില്ല. സർക്കാരിനെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഉയർത്തുന്നതിനും അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഉയർത്തുന്നതിനും ഒന്നും പ്രത്യേകിച്ച് തടസ്സമൊന്നുമില്ല. പക്ഷേ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഇനി ആര് വന്നാലും കേന്ദ്രവും സംസ്ഥാനവുമായി ഒരു സവിശേഷമായ ആരോഗ്യകരമായ ഒരു ബന്ധം കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. രാഷ്ട്രീയമായ കടുത്ത എതിർപ്പുകളും വിയോജിപ്പുകളും അല്ലെങ്കിൽ കേന്ദ്ര പദ്ധതികളിലൊക്കെ ഉള്ള വിയോജിപ്പുകളൊക്കെ ഉണ്ടായപ്പോൾ പോലും അവർ തമ്മിൽ ഒരു ബന്ധം സ്ഥാപിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ ചർച്ചയ്ക്കുള്ള ഒരു അന്തരീക്ഷം എപ്പോഴും നിലനിർത്തേണ്ടതുണ്ട്. കാരണം കേരളം പോലെ ഒരു സംസ്ഥാനം സ്വന്തമായി വലിയ വരുമാനമുള്ള സംസ്ഥാനമല്ല, കേന്ദ്ര സർക്കാരിനെ നിരന്തരം ആശ്രയിക്കേണ്ട ഒരു സംസ്ഥാനം കൂടിയാണ്. അത്തരം ഒരു ഘട്ടത്തിൽ പ്രത്യേകിച്ച് കേന്ദ്ര പദ്ധതികൾ, കേരളത്തിൻ്റെ വിവിധ വകുപ്പുകളുമായി ബന്ധപ്പെട്ട കേന്ദ്ര പദ്ധതികളൊക്കെ ഉണ്ട്. അതിൻ്റെ പണം കിട്ടിയില്ലെങ്കിൽ സ്വന്തം പണമെടുത്ത് മറ്റ് ചില സംസ്ഥാനങ്ങളൊക്കെ വെല്ലുവിളിച്ച് സ്വന്തം പണമെടുത്ത് ഇത്തരം പദ്ധതികളൊക്കെ നടപ്പാക്കാറുണ്ട്. പക്ഷേ കേരളത്തിൻ്റെ ഒരു ധനസ്ഥിതി അനുസരിച്ചും കേരളത്തിൻ്റെ ഈ വരുമാനം അനുസരിച്ചും അങ്ങനെ ഒന്നും നടത്താൻ കഴിയുന്ന ഒരു സംസ്ഥാനമല്ല. കേരളം ഒരു ഉപഭോക്തൃ സംസ്ഥാനം കൂടിയാണ്. അവിടെ കേന്ദ്ര സർക്കാരുമായി ആരോഗ്യപരമായ ചില ബന്ധങ്ങൾ കാത്തുസൂക്ഷിക്കേണ്ടതുണ്ട്. കേന്ദ്ര സർക്കാരുമായിട്ടുള്ള ചില പദ്ധതികളൊക്കെ ചിലപ്പോൾ ചില വിട്ടുവീഴ്ചകളൊക്കെ വേണ്ടിവരും. അത് കഴിഞ്ഞ ഇടതു സർക്കാരായാലും അങ്ങനെയൊക്കെ വേണ്ടി വന്നിട്ടുണ്ട്. അത്തരം ചില ബന്ധങ്ങൾ, അതിൻ്റെ പേരിൽ കടുത്ത വിമർശനങ്ങളും കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. അന്ന് കടുത്ത വിമർശനം ഉന്നയിച്ച ആൾ തന്നെയാണ് VD സതീശൻ. VD സതീശൻ സ്വാഭാവികമായി മുഖ്യമന്ത്രിയാകുമ്പോഴും കേന്ദ്ര സർക്കാരുമായി അത്തരം ഒരു ആരോഗ്യകരമായ ബന്ധം എങ്ങനെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന രീതിയിലേക്ക് വഴിവിട്ട ബന്ധമല്ലാതെ എങ്ങനെ ആരോഗ്യകരമായ ഒരു ബന്ധം കേന്ദ്ര സർക്കാരുമായി സൂക്ഷിക്കാൻ കഴിയും, എങ്ങനെ കേരളത്തിന് അർഹമായ ഒരു ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ കേരളത്തിന് അർഹമായ അവകാശങ്ങൾ അത് നേടിയെടുത്തുകൊണ്ട്, സാമ്പത്തികമാണ് ഏറ്റവും പ്രധാനം, അത് നേടിയെടുത്തുകൊണ്ട് കേന്ദ്രവുമായി എങ്ങനെ ഒരു നല്ല ബന്ധത്തിൽ മുന്നോട്ട് പോകാൻ കഴിയും. എന്നാൽ ചില കാര്യങ്ങൾ ഒരു കാരണവശാലും കോൺഗ്രസിന് BJPയുടെ നയത്തെ, കേന്ദ്ര സർക്കാർ നയത്തെ അംഗീകരിക്കാൻ കഴിയില്ല. അതിനെ എങ്ങനെ രാഷ്ട്രീയമായി എതിർക്കാം, അതോടൊപ്പം തന്നെ ചില കാര്യങ്ങൾ യോജിക്കാവുന്ന കാര്യങ്ങളിൽ എങ്ങനെ യോജിക്കാം, ഇതൊരു ട്രപ്പീസ് കളി പോലെ എന്ന് തന്നെ പറയേണ്ടി വരും. അത്തരമൊരു മെയ്വഴക്കം സ്വാഭാവികമായും ഏത് മുഖ്യമന്ത്രിക്കും വേണ്ടിവരും. പ്രത്യേകിച്ച് കേരള മുഖ്യമന്ത്രിക്ക് അത് കൂടുതലായി വേണ്ടിവരും. കാരണം കേരളം കർണാടകയോ അല്ലെങ്കിൽ തമിഴ്നാടോ പോലെ സ്വന്തം നിലയിൽ വലിയ സാമ്പത്തിക വരുമാനമൊക്കെയുള്ള വരുമാന സ്രോതസ്
ക്രോസ് ഉള്ള ഒരു സംസ്ഥാനമല്ല. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധ വേണ്ടിവരും. അതുകൊണ്ട് തന്നെ ആവണം ഒരു ചീഫ് സെക്രട്ടറി അടക്കമുള്ള ഒരു ഉദ്യോഗസ്ഥ സംഘവുമായിട്ട് തന്നെയാണ് ആദ്യ സന്ദർശനം മുഖ്യമന്ത്രി വി ഡി സതീശൻ നടത്തുന്നത്. ഇനിയിപ്പോൾ വി ഡി സതീശൻ്റെ ഓരോ വാക്കുകളും ഇതിലെ ഓരോ പ്രതികരണങ്ങൾ പോലും പ്രധാനമായി വരും. കാരണം പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നേരെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തിയ ഒരാളാണ്. ഇതുവരെ എതിർത്ത ചില കാര്യങ്ങളിലെങ്കിലും ഇപ്പോൾ മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. അല്ലെങ്കിൽ ആ എതിർത്ത ആർജവത്തോടു കൂടി അല്ലെങ്കിൽ അതേ ശക്തിയിൽ ഇനി കേന്ദ്ര സർക്കാരിനെ എതിർക്കുന്നതിനൊക്കെ ഒരു മുഖ്യമന്ത്രി പദവിയിൽ ഇരുന്നുകൊണ്ട് എതിർക്കുന്നതിനൊക്കെ പ്രയാസങ്ങൾ ഉണ്ടാവും. എന്തായാലും അതൊക്കെ ഇനി വരും ദിവസങ്ങളിൽ കാണേണ്ടത് തന്നെയാണ്. എന്തായാലും നല്ല രീതിയിൽ ഒരു ബന്ധം സംസ്ഥാന സർക്കാർ ആഗ്രഹിക്കുന്നുവെന്നാണ് തുടക്കത്തിലെ ഈ സന്ദർശനം വ്യക്തമാക്കുന്നത്. അതാണ് സാഹചര്യം. എന്തായാലും കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ മികച്ചതാവണം, സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ വികസന മുന്നേറ്റങ്ങൾ ഉണ്ടാവണം. ഇന്നത്തെ കൂടിക്കാഴ്ച നിർണായകമാണ്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ ഉൾപ്പെട്ട മാസപ്പടി കേസിൽ CMRലും ജീവനക്കാരും നൽകിയ ഹർജി തള്ളി. ഇഡിക്ക് അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. കരിമണൽ കമ്പനിയായ CMRL അവർക്കെതിരെ നടക്കുന്ന ED അന്വേഷണം തടയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. അവർ പറഞ്ഞിരിക്കുന്ന ഒരു ന്യായം, നേരത്തെ ഉന്നയിച്ചിരുന്ന ഒരു ആവശ്യമെന്ന് പറയുന്നത് ഇതിൽ മറ്റ് കേന്ദ്ര ഏജൻസികൾ കൂടി ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണം നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് SFIO പോലുള്ള സ്ഥാപനങ്ങളടക്കം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണം തുടരുകയാണ്. ഈ ഘട്ടത്തിൽ ഒരേ വിഷയത്തിൽ വിവിധ കേന്ദ്ര സർക്കാർ ഏജൻസികൾ, കേന്ദ്ര ഏജൻസികൾ അന്വേഷണം നടത്തുന്നത് അത് നീതീകരിക്കാനാവില്ലെന്ന ഒരേ വിഷയത്തിൽ തന്നെയാണ് ഇത്തരം അന്വേഷണങ്ങൾ തുടരുന്നത്. EDയുടെ അന്വേഷണവുമെല്ലാം തന്നെ തങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നു എന്നതെല്ലാം തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇതിൽ കമ്പനി ജീവനക്കാർ, ചില ഉദ്യോഗസ്ഥരും അതോടൊപ്പം CMRL കമ്പനി തന്നെയുമാണ് കോടതിയെ സമീപിച്ചുകൊണ്ട് ഇതിൽ ഒരു അന്വേഷണം ഇപ്പോൾ നടക്കുന്ന SFIയുടെ അന്വേഷണം തുടരട്ടെ, EDയുടെ അന്വേഷണം തടയണമെന്നതടക്കമുള്ള ഒരു ആവശ്യമാണ് മുന്നോട്ട് വെച്ചിരുന്നത്. എന്നാൽ ഹൈക്കോടതി ഇത് നിരാകരിച്ചിരിക്കുന്നു. ഈ വിഷയങ്ങളിൽ ഏജൻസികൾക്ക് അന്വേഷണം നടത്താം, അതിന് നിയമപരമായും സാങ്കേതികപരമായും യാതൊരു തടസ്സവുമില്ല എന്നതടക്കം ഹൈക്കോടതി ഇതിൽ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു. ഇതിൽ ഒരു ആക്ഷേപമായി ഉയർന്നു വരികയും ഇപ്പോൾ EDയുടെ അന്വേഷണത്തിൻ്റെ എല്ലാം തന്നെ പരിധിയിലുമുള്ളത് കള്ളപ്പണം വെളുപ്പിക്കൽ നിയമപ്രകാരമുള്ള വകുപ്പുകൾ ചേർത്തുകൊണ്ടാണ് ഈ അന്വേഷണത്തിലേക്ക് പോയിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ CMRL കമ്പനിക്ക് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ അവരുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് കമ്പനി സേവനം നൽകാതെ ഏതാണ്ട് 1,70,00,000 പരം രൂപ കൈപ്പറ്റി എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഇത് ഏത് രീതിയിലുള്ളതാണ്, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണം നടത്തണം എന്നതെല്ലാമാണ് ആവശ്യങ്ങളായി ഉയർന്നിരുന്നത്. വലിയ രാഷ്ട്രീയ വിവാദം ഉയർന്ന കാര്യങ്ങളായിരുന്നു. അതുകൊണ്ടാണ് ED അടക്കം ഈ കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് വകുപ്പുകൾ ചേർത്തുകൊണ്ട് ED അടക്കം അന്വേഷണത്തിലേക്ക് കടന്നു വരികയും ചെയ്തത്. ഇനിയിപ്പോൾ ഹൈക്കോടതിയുടെ അനുമതി EDക്ക് ലഭിച്ചിരിക്കുന്നു, അന്വേഷണവുമായി മുന്നോട്ട് പോകാമെന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ CMRLന്റെ കമ്പനി, അതിൻ്റെ ഉദ്യോഗസ്ഥർ, ഒപ്പം പിണറായി വിജയൻ്റെ മകൾ വീണ വിജയൻ അടക്കമുള്ളവർക്ക് നോട്ടീസ് നൽകി ഇവരെ അടക്കം EDക്ക് വിളിപ്പിക്കാം. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദ്യം ചെയ്യലുകളിലേക്കെല്ലാം അടുത്ത നടപടി എന്ന രീതിയിലേക്ക് ED കടക്കുകയും ചെയ്യും. ഏതായാലും ഹൈക്കോടതി ഇതിന് അനുമതി നൽകിയിരിക്കുന്നു എന്നതാണ്. CMRLന്റെ എതിർപ്പുകളെയെല്ലാം തന്നെ ഇല്ലാതാക്കിക്കൊണ്ട് ഈ തരത്തിലുള്ളൊരു അന്വേഷണം നടത്താനുള്ള എല്ലാ അവകാശവും സ്വാതന്ത്ര്യവും EDക്കുണ്ട് എന്നതാണ് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാന്മാരുടെ മർദ്ദനത്തിൽ പ്രോസിക്യൂഷനെ വിമർശിച്ച് കോടതി. മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കവെയാണ് വിമർശനമുണ്ടായത്. ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയ റിപ്പോർട്ട് എവിടെയെന്ന് കോടതി ചോദിച്ചു. നിലവിലുള്ള റിപ്പോർട്ട് ജാമ്യം ലഭിക്കാവുന്ന കുറ്റങ്ങളുടേതെന്നും ജഡ്ജി ഹണി M വർഗീസ് നിരീക്ഷിച്ചു. ഇതിനിടെ രാഷ്ട്രീയ പ്രേരിതമാണ് തങ്ങൾക്കെതിരായ കേസെന്നും അറസ്റ്റിലായാൽ മർദ്ദനമേൽക്കാൻ സാധ്യതയുണ്ടെന്നുമാണ് പ്രതികളുടെ വാദം. കേസ് ഇന്ന് വീണ്ടും പരിഗണിക്കും. ശരണ്യ സ്നേഹിതൻ ചേരുന്നു. ശരണ്യ, വളരെ ശ്രദ്ധേയമായ ഒരു നീക്കമാണ് നടക്കുന്നത്. ഇതിനിടയിലാണ് SITയുടെ റിപ്പോർട്ടും പരിഗണനയിലുള്ളത്. ഇവർക്കെതിരായ അച്ചടക്ക നടപടി ഇന്നുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതിനിടയിലാണ് മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയിലെത്തുന്നത്. എന്തൊക്കെയാണ് കോടതി നടപടികൾ? സജിത്ത്, ഇപ്പോൾ കേസിൽ ആലപ്പുഴ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വീണ്ടും വാദം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത് ഈ മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാരായ അനിൽ കല്ലിയൂർ, സന്ദീപ് എന്നിവരടങ്ങുന്ന സംഘം മുൻകൂർ ജാമ്യാപേക്ഷയുമായാണ് ആലപ്പുഴ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയെ സമീപിച്ചിട്ടുള്ളത്. എന്നാൽ ഈ കേസ് പരിഗണിക്കുന്ന സമയത്ത് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി ഹണി M വർഗീസിന്റെ ഭാഗത്തു നിന്നാണ് ഇപ്പോൾ വിമർശനം ഉണ്ടായിരിക്കുന്നത്. അതായത് SIT ഇത് സംബന്ധിച്ച് കൃത്യമായ ഒരു റിപ്പോർട്ട് കോടതി
കോടതിയിൽ നൽകിയിട്ടില്ല എന്നുള്ളതാണ് കോടതിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല ഇതിന് മുൻപ് നൽകിയ ഒരു റിപ്പോർട്ട് മാത്രമാണ് കോടതിയിലുള്ളത്. അതിൽ ജാമ്യം ലഭിക്കുന്ന വകുപ്പുകൾ മാത്രമാണ് ഉള്ളത്. പിന്നെ ഇപ്പോൾ ഇങ്ങനെ ഒരു മുൻകൂർ ജാമ്യാപേക്ഷയുടെ പ്രസക്തി എന്തെന്നുള്ള ഒരു ചോദ്യം കൂടി കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. മിക്കവാറും ഈ മുൻകൂർ ജാമ്യാപേക്ഷ അത് ഡിസ്മിസ് ചെയ്യാനാണ് സാധ്യത. കാരണം ഈ നിലവിൽ പഴയ റിപ്പോർട്ട് പ്രകാരം, അതായത് പുതുതായൊരു റിപ്പോർട്ട് SITയുടെ ഭാഗത്ത് നിന്ന് കോടതിയിൽ വന്നിട്ടില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. മാത്രമല്ല ഇതിനകത്ത് പ്രധാനമായും സൂചിപ്പിക്കേണ്ട മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അതായത് ഈ മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലായിരിക്കണം ഒരുപക്ഷെ മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാർ കോടതിയെ സമീപിച്ചിട്ടുള്ളത്. അതായത് 307 അടക്കമുള്ള വകുപ്പുകൾ, മനഃപൂർവ്വമുള്ള വധശ്രമത്തിനുള്ള കേസ് അടക്കമുള്ള വകുപ്പുകൾ ഇതിനകത്തേക്ക് അപ്ഗ്രേഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന മാധ്യമ വാർത്തകൾ ഉണ്ടായിരുന്നു. അതിനോടൊപ്പം കോടതി റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷെ നിലവിലത്തെ സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത്തരത്തിൽ ആ വകുപ്പുകൾ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് പുതിയ അന്വേഷണ സംഘം ഒരു റിപ്പോർട്ട് നൽകിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. അങ്ങനെ മാധ്യമ വാർത്തകളുടെ മാത്രം അടിസ്ഥാനത്തിൽ അല്ല കോടതിയിലെ കാര്യങ്ങൾ പോകേണ്ടത്. കോടതിക്ക് ആവശ്യം റിപ്പോർട്ടാണ് എന്നുള്ള വിമർശനം കൂടി ജഡ്ജിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഒപ്പം ഈ കേസ് വീണ്ടും പരിഗണിക്കും. ഇന്ന് ഈ കേസിലെ മുഖ്യ അന്വേഷണ ഉദ്യോഗസ്ഥൻ കോടതിയിൽ ഹാജരാകേണ്ടതായിരുന്നു. നേരത്തെ തന്നെ കേസ് പരിഗണിക്കും എന്നുള്ളത് അറിയാവുന്ന കാര്യം കൂടിയായിരുന്നു. എന്നിട്ടും അന്വേഷണ ഉദ്യോഗസ്ഥൻ എവിടെ എന്നുള്ള ചോദ്യം കൂടി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥൻ DIGയുടെ മീറ്റിംഗിൽ പങ്കെടുക്കുന്നതിനായി തിരുവനന്തപുരത്ത് ആണ് എന്നുള്ള മറുപടിയാണ് നൽകിയിട്ടുള്ളത്. വീണ്ടും ഉച്ചയ്ക്ക് ശേഷം വീണ്ടും കേസിൽ വാദം കേൾക്കും എന്നാണ് പറഞ്ഞിരുന്നതെങ്കിലും ഇപ്പോൾ വീണ്ടും കോടതി അടിയന്തരമായി ഇത് പരിഗണിച്ചിരിക്കുകയാണ്. നിലവിലത്തെ സാഹചര്യത്തിൽ ഒരു മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് അനിൽ കല്ലിയൂർ അടക്കമുള്ള ആളുകൾ നീങ്ങേണ്ട ഒരു പശ്ചാത്തലം അവർക്കില്ലായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ ഈ സംഭവം ഇത്തരത്തിൽ സെഷൻസ് കൂടി അതിനകത്ത് വന്നിട്ടുണ്ട് എന്നുള്ള ഒരു ധാരണ പുറത്താണ് ഇങ്ങനെ ഒരു മുൻകൂർ ജാമ്യാപേക്ഷയും അവർ നീങ്ങിയിരിക്കുന്നത്. എന്നാൽ പുതിയ സാഹചര്യങ്ങളും പുതിയ കാര്യങ്ങളും വിശദീകരിച്ചുള്ള റിപ്പോർട്ട് കോടതിക്ക് ലഭ്യമായിട്ടില്ല. കഴിഞ്ഞ ദിവസം മാത്രമാണ് ഈ ഫോൺ പരിശോധിച്ചതുമായി ബന്ധപ്പെട്ടുള്ള, അതായത് ഈ ഗൺമാന്മാർ ഈ യുവാക്കളെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളുള്ള ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. അതിന് ഫോറൻസിക് റിപ്പോർട്ട് അടക്കം കഴിഞ്ഞ ദിവസം ലഭ്യമായിട്ടേ ഉള്ളൂ. അതടക്കമുള്ള ഒരു വിശദമായ റിപ്പോർട്ട് SITയുടെ ഭാഗത്ത് നിന്ന് ഇതുവരെ പോയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. കോടതിയിലും SIT ആ റിപ്പോർട്ട് നൽകിയിട്ടില്ല. സജിത്. യെസ്, അതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതി എന്ത് തീരുമാനമെടുക്കുമെന്നത് നിർണായകമാണ്. സെക്രട്ടേറിയറ്റിലേക്ക് SFI പ്രവർത്തകരുടെ പ്രതിഷേധം. കേരള സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പിന് പിന്നാലെ ഇന്നലെ SFI KSU സംഘർഷമുണ്ടായിരുന്നു. ഇതിൽ SFI പ്രവർത്തകരെ പോലീസ് തെരഞ്ഞുപിടിച്ച് ആക്രമിച്ചുവെന്ന് ആരോപിച്ചുകൊണ്ടാണ് അവരുടെ നീക്കം. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് സെക്രട്ടേറിയറ്റ് മാർച്ച് നടക്കുന്നത്. കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് പോകുമ്പോൾ പ്രവർത്തകർക്കെതിരായ ആക്രമണം ആസൂത്രിതമെന്നാണ് SFIയുടെ ആരോപണം. KSU അതിക്രമത്തിന് പോലീസ് കൂട്ടുനിന്നു. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് പോലീസ് നടപടിയെന്നും SFI നേതൃത്വം ആരോപിച്ചു. പോലീസ് ഇടപെടുന്നതോടുകൂടി SFI പ്രവർത്തകരെ ആക്രമിക്കാനായിരുന്നു അവരുടെ തുടക്കം. അതോടൊപ്പം കല്ലേറ് ഒരുമിച്ച് വന്നു. ഇപ്പോൾ മാധ്യമപ്രവർത്തകർക്ക് ഉൾപ്പെടെ അത് ഇന്നലെ വിഷ്വൽ നോക്കിയാൽ മനസ്സിലാവും. ഇപ്പോൾ SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് എൻ്റെ അടുത്ത് നിൽക്കുന്നു, അദ്ദേഹത്തിൻ്റെ കൈ. അതോടൊപ്പം തന്നെ ബാലസംഘത്തിന്റെ സംസ്ഥാന സെക്രട്ടറി, അദ്ദേഹത്തിന്റെ കൈ. നമ്മൾ തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജിലെ വിദ്യാർത്ഥി മനേഷ്, SFIയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറാണ്, 2 കൈയും തല്ലിയൊടിച്ചിരിക്കുകയാണ്. അപ്പോൾ കൈകാലുകൾ തല്ലിയൊടിക്കുക എന്നുള്ളത് മാത്രമല്ല, അതിനു പുറമെ ഞങ്ങൾക്കെതിരെ 5 റൗണ്ട് ടിയർ ഗ്യാസ് ആണ് ഉപയോഗിച്ചത്. അതിനു പുറമെ അതെ, മറ്റൊരു വശത്തേക്കും ഇല്ല. ആ ജലബീരങ്കിയും പോലീസും ഫേസ് ചെയ്തിരുന്നത് ഒരേ ഒരു മുഖത്തേക്കാണ്, അത് SFIയുടെ മുഖത്തേക്കായിരുന്നു. മറ്റൊരു വിധത്തിലും അപ്പുറത്ത് നടക്കുന്ന എന്നുവെച്ചാൽ പോലീസിനോടൊപ്പം തന്നെ ചേർന്നാണ് ഇവർ കല്ലെറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾക്ക് ആ വിഷ്വലിൽ കാണാൻ കഴിയും. ഞങ്ങൾ പുറത്തു വിട്ടിട്ടുണ്ട്. പോലീസ് സംരക്ഷണയിൽ നിന്നാണ് മാർച്ച് നടത്തിപ്പോയ SFIക്കെതിരെ കല്ലെറിഞ്ഞത്. ആ പോലീസുകാർക്ക് തൊട്ടുപുറയിൽ നിന്ന് കല്ലെറിയുമ്പോൾ ബോധവും വിവരവും ബുദ്ധിയുള്ളവരാണല്ലോ, മനസ്സിലാക്കാമല്ലോ ആരാ കല്ലെറിയുന്നതെന്ന്. അവർ വ്യക്തമായി കാണുന്നുണ്ട് പുറകിൽ നിന്നാണ് കല്ലെറിയുന്നത്. ആ കല്ലെറിഞ്ഞ സ്വാഭാവികം റിഫ്ലക്സ് ഇപ്പുറത്തൊന്നും ഉണ്ടാവും. സ്വാഭാവികമല്ലേ? ഇങ്ങോട്ട് പ്രവർത്തകർക്കെതിരെ കല്ലെറിഞ്ഞാൽ ആ പ്രവർത്തകർ തിരിയും. നേരെ പോകുന്ന പ്രവർത്തകർക്കെതിരെ പുറയുന്ന കല്ലെറിഞ്ഞാൽ അവർ തിരിയാതിരിക്കും. തിരിയുന്ന പ്രവർത്തകർക്കെതിരെ
ഉടനടി ലാത്തിച്ചാർജിന് ആഹ്വാനം വരികയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ജലപീരങ്കി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് KSU പ്രവർത്തകരുടെ മുന്നിലൂടെയാണ് SF പ്രവർത്തകർ വരുന്നത്. എന്താ അവിടെ കൂടുന്ന KSU പ്രവർത്തകർ നേരെ ജലപീരങ്കി ചീറ്റിയാൽ വെള്ളം വരൂലേ? ബോധപൂർവ്വം അതാണ് സാരംഗ് സുധാകരൻ നമുക്കൊപ്പം ചേരുന്നു. സാരംഗ്, ഇപ്പോൾ ഏത് രീതിയിലാണ് SFIയുടെ മാർച്ച് നടക്കുന്നത്? പോലീസ് ഏത് രീതിയിൽ അവരെ നേരിടുന്നു? സജിത്ത്, കഴിഞ്ഞ ദിവസത്തെ സംഘർഷങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട്, അതായത് വലിയ രീതിയിലുള്ള പാളയം മുതൽ യൂണിവേഴ്സിറ്റി ആസ്ഥാനം വരെ നീണ്ടുനിന്ന വലിയ സംഘർഷാവസ്ഥ, മണിക്കൂറുകളോളം നീണ്ടുനിന്ന സംഘർഷാവസ്ഥ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. അതിന്റെ തുടർച്ചയായിട്ടാണ് ഇന്ന് SFIയുടെ സെക്രട്ടേറിയറ്റ് മാർച്ച് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇവിടെ വലിയ രീതിയിലുള്ള പോലീസ് സന്നാഹം ഒരുക്കിയിട്ടുണ്ട്. നിലവിൽ അക്രമസക്തമാവാത്ത രീതിയിൽ സമാധാനപരമായിട്ടായിരിക്കും മാർച്ച് എന്നാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസത്തെ രീതിയിലേക്ക്, പ്രകോപനപരമായ രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ അത് നേരിടാൻ പോലീസിന്റെ വലിയൊരു സന്നാഹം തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. രണ്ട് ഭാഗത്തും ബാരിക്കേഡ് വെച്ച് അടക്കുകയും ചെയ്തിട്ടുണ്ട്. സമരഗേറ്റ്, കഴിഞ്ഞ ദിവസം തുറന്ന സമരഗേറ്റ് അടക്കുകയും ചെയ്തു, ബാരിക്കേഡ് വെച്ച് മറക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസം ഉണ്ടായ വലിയ രീതിയിലുള്ള ആക്രമണ പരമ്പരകൾ മാത്രമല്ല ഇരുപക്ഷത്തിനും കാര്യമായ രീതിയിൽ പരിക്കുകൾ പറ്റിയിരുന്നു. പോലീസിനെതിരെ അടക്കം ഇത്തരത്തിലുള്ള ആക്രമണം ഉണ്ടാവുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു സാഹചര്യം, അതായത് സംഘർഷ സാധ്യതയിലേക്ക് പോവാതിരിക്കാനും കൃത്യമായ രീതിയിൽ മാർച്ച് സമാധാനപരമായി അവസാനിപ്പിക്കാനുള്ള പോലീസിന്റെ ഒരു നീക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. എന്തായാലും അതിന് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല മറ്റ് നടപടികളിലേക്ക് പോലീസ് ഏകപക്ഷീയമായി കടക്കുകയാണ് എന്നൊരു വലിയൊരു ആരോപണം SFIന്റെ ഭാഗത്ത് നിന്ന് ഉയർന്നിട്ടുണ്ട്. അതിലടക്കം പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റിലേക്ക് SFIയുടെ മാർച്ച് നടക്കാൻ പോകുന്നത്. സജിത്, SFIയുടെ കൂടുതൽ പ്രതിഷേധം അവിടേക്ക് വരാൻ പോവുകയാണ്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ വലിയ തരത്തിലുള്ള സുരക്ഷ അവിടെ ഒരുക്കിയിട്ടുണ്ട്. മറ്റു വാർത്തകളിലേക്ക് വരാം. വയനാട് മേപ്പാടി പുത്തുമലയിൽ കാട്ടാന ആക്രമണത്തിൽ സ്ത്രീ കൊല്ലപ്പെട്ടു. ജെസ്സിയാണ് മരിച്ചത്. രാവിലെ ഭർത്താവിനൊപ്പം സ്കൂട്ടറിൽ സഞ്ചരിക്കവെയാണ് ആക്രമണമുണ്ടായത്. വന്യജീവി ശല്യത്തിൽ നടപടി ആവശ്യപ്പെട്ട് നാട്ടുകാർ മണിക്കൂറുകളോളം പ്രതിഷേധിച്ചു. ജെസ്സിയുടെ കുടുംബത്തിന് ധനസഹായവും ആശ്രിതയിൽ ഒരാൾക്ക് താൽക്കാലിക ജോലിയും നൽകുമെന്നും കാട്ടാനയെ തുരത്താൻ അടിയന്തര നടപടി സ്വീകരിക്കുമെന്നും സൗത്ത് DFO ആഷിഖ് അലി അറിയിച്ചു. ഇന്ന് രാവിലെ 7:30 മേപ്പാടിയിലെ കള്ളാടി എന്ന് പറയുന്ന സ്ഥലത്ത് സ്കൂട്ടറിൽ യാത്ര ചെയ്യുകയായിരുന്ന ദമ്പതികളെ കാട്ടാന ആക്രമിച്ചത്. ഈ ആക്രമണത്തിൽ ജെസ്സി എന്ന് പറയുന്ന സ്ത്രീ കൊല്ലപ്പെടുകയുണ്ടായി. ഭർത്താവ് ഷാജി ഇപ്പോൾ ചികിത്സയിലാണ്. ഈ ഒരു ആക്രമണം നടന്നതിന് ശേഷം തന്നെ അവിടെ വലിയ പ്രക്ഷോഭങ്ങളാണ് നടന്നത്. കാരണം ഈ ആന അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാട്ടാന ഈ റോഡിലൂടെ പലപ്പോഴും ഇറങ്ങാറുണ്ടെന്നും എന്നാൽ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്ന് യാതൊരു തരത്തിലുള്ള നടപടികളും എടുക്കാറുമില്ലെന്നൊക്കെയാണ് നാട്ടുകാർ പറയുന്നത്. പലതവണ ഇത് ആവശ്യപ്പെടുകയും എന്നാൽ ഒരു പെട്രോളിംഗ് ഒന്നും വേണ്ട സമയത്ത് നടത്തുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെയാണ് നാട്ടുകാർ അവിടെ പ്രക്ഷോഭം നടത്തിയത്. പലരും പറയുന്നത് ഈ കാട്ടാനയെ പലപ്പോഴും കാണാറുണ്ട്, പക്ഷേ ഇതിന് വേണ്ട നടപടികൾ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല എന്നും പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ മേപ്പാടി ഭാഗങ്ങളിൽ കൂടുതലും തോട്ടം തൊഴിലാളികളായതുകൊണ്ട് തന്നെ അവർ രാവിലെ 6 മണിയോടെ തന്നെ അവർ ജോലിക്ക് പോവുകയും വൈകിട്ട് വളരെ വൈകിയാണ് അവർ തിരിച്ചെത്തുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വളരെ പേടിയോടെയാണ് ആളുകൾ ഇതിൽ നടക്കുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും ഈ കാട്ടാനയുടെ ആക്രമണത്തിൽ വേണ്ട ഒരു നടപടി വനംവകുപ്പ് എടുക്കുന്നില്ല എന്നും നാട്ടുകാർ പറയുന്നുണ്ട്. 5-5:30 മണിയാകുമ്പോൾ ജോലിക്ക് കൽപ്പറ്റ ഭാഗത്തേക്ക് ജോലിക്ക് പോകുന്ന ആൾക്കാരാണ്. അവർക്ക് സ്വസ്ഥമായിട്ട് പോകാൻ പറ്റാത്ത സ്ഥിതിയാണ്. എന്താ വെച്ചാൽ രണ്ട് സൈഡിലും ആ ഭാഗത്തും ഫോറസ്റ്റിൻ്റെ ഓഫീസുണ്ട്, ഇവിടെയും ഫോറസ്റ്റിൻ്റെ ഓഫീസുണ്ട്. ഈ രാവിലെ സമയത്തേലും അവർ പെട്രോളിങ് നടത്തണം, രാത്രി പെട്രോളിങ് നടത്തുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ അതോടൊന്നും പ്രായോഗികമല്ല. ഈ ആളുകൾ സ്ഥിരമായിട്ട് ഇതിൽ പോകുന്ന ഏത് സമയത്ത് ഞങ്ങൾ കണ്ടിട്ട് പോലും ആളുകൾ പ്രതികരിച്ചിട്ടുണ്ട്, ഫോറസ്റ്റുകാരെ അറിയിച്ചിട്ടുണ്ട്. പക്ഷെ അവരൊന്നും ഭാഗത്തുനിന്ന് അതിനുള്ള പ്രതികരണം ഉണ്ടായിട്ടില്ല. അതോടൊപ്പം തന്നെ നാട്ടുകാർ വലിയ പ്രക്ഷോഭമാണ് നടത്തിയത്. കാരണം കാട്ടാനയെ മയക്കുവെടി വെച്ച് പിടികൂടണം എന്നുള്ളതാണ് നാട്ടുകാരുടെ ആവശ്യം. അതുപോലെ തന്നെ നഷ്ടപരിഹാര തുക കൂടുതലാക്കണമെന്നും പറയുന്നുണ്ട്. എന്തായാലും DFO അവർക്ക് വാക്ക് കൊടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ 10 ലക്ഷം രൂപ നഷ്ടപരിഹാരത്തിൽ 5 ലക്ഷം രൂപ ഇന്ന് കൈമാറും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ആശ്രിതത്തിൽ അല്ലെങ്കിൽ കുടുംബത്തിൽ ആർക്കെങ്കിലും ഒരാൾക്ക് താൽക്കാലിക ജോലി നൽകും. അതുപോലെ തന്നെ ജനങ്ങൾ ആവശ്യപ്പെട്ട ആനയെ വെടിവെക്കണം അല്ലെങ്കിൽ മയക്കുവെടി വെക്കണം എന്നുള്ളത് ഉന്നത ഉദ്യോഗസ്ഥർക്ക് ശുപാർശ ചെയ്യുമെന്നും DFO ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. എന്തായാലും 30-ന് വനംവകുപ്പ് മന്ത്രിയും അതുപോലെ തന്നെ കൃഷിമന്ത്രിയും ചേർന്ന് ഉള്ള ഒരു ഉന്നതതല യോഗം നടത്തും. അതിൽ കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യുമെന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ജെസ്സിയുടെ മൃതദേഹം ഇപ്പോൾ പോസ്റ്റ് നടപടികൾ ഏതാണ്ട് പൂർത്തിയാകാനായി. സുൽത്താൻ ബത്തേരി താലൂക്ക് ആശുപത്രിയിലാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കുന്നത്. എന്തായാലും വയനാടിനെ സംബന്ധിച്ച് കാട്ടാന ആക്രമണം എന്ന് പറയുന്നത് ഒരു ഭീതിപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് പോകുന്ന ഒരു കാര്യമാണ്. പലപ്പോഴും ഒരുപാട് മരണങ്ങളാണ് ഈ കാട്ടാന ആക്രമണത്തിൽ നടന്നത്. പക്ഷേ ഈ സമയത്തൊക്കെ പല വാഗ്ദാനങ്ങൾ നൽകുമെങ്കിലും ഒന്നും ആകുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നാട്ടുകാർ ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധത്തിന് അല്ലെങ്കിൽ മുൻകൈ എടുത്തത്. എന്തായാലും ഈ നഷ്ടപരിഹാര തുക കൂട്ടണം എന്നുള്ള കാര്യങ്ങളെല്ലാം ഈ ഉന്നതതല യോഗത്തിൽ സംസാരിക്കുമെന്നാണ് ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത്.
വയനാട്ടിലെ കാട്ടാന ആക്രമണത്തിൽ ഇടതു സർക്കാരിനെ പഴിച്ച് വനമന്ത്രി ഷിബു ബേബി ജോൺ. മുൻകാലങ്ങളിൽ സർക്കാർ സ്വീകരിച്ച നടപടികൾ ആവശ്യമായ രീതിയിൽ വിജയിച്ചില്ലെന്ന് ആണ് അദ്ദേഹത്തിന്റെ ആരോപണം. ജെസ്സി കൊല്ലപ്പെട്ടത് സോളാർ ഫെൻസിംഗ് ഉണ്ടായിരുന്ന പ്രദേശത്താണ്. ഫെൻസിംഗ് പല സ്ഥലങ്ങളിലും പൂർണ്ണമായും ഫലപ്രദമല്ലെന്ന് വനമന്ത്രി പറയുന്നു. വന്യജീവി ആക്രമണം കുറയ്ക്കുന്നതിനായി ഘട്ടം ഘട്ടമായി കർമ്മപദ്ധതി നടപ്പിലാക്കും. ജെസ്സിയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം വേഗത്തിൽ നൽകുമെന്നും ഷിബു ബേബി ജോൺ പറഞ്ഞു. മുൻകാലങ്ങളിൽ കുറെ അധികം നടപടികൾ എടുത്തിട്ടുണ്ട്, പക്ഷെ അതൊന്നും ഒരു പൂർണ്ണതയിലേക്ക് എത്തി. ഉദാഹരണത്തിന് പ്രാഥമികമായി എനിക്ക് കിട്ടിയ വിവരം ഇന്ന് സോളാർ ഫെൻസിംഗ് ഉള്ള ഒരു മേഖലയിൽ തന്നെയാണ് സംഭവിച്ചത്. ഞാനത് പഠിച്ചപ്പോൾ സോളാർ ഫെൻസിംഗ് പലപ്പോഴും ഈ ആട് പച്ചില കടിക്കുന്ന പോലെ ചിലടത്ത് ഇട്ടിട്ടുണ്ട്, ചിലടത്ത് ഗ്യാപ്പുണ്ട്, ഒന്ന് പൂർണ്ണതയിലേക്ക് എത്താൻ സാധിക്കും. എന്തായാലും ഗവൺമെന്റ് വന്നിട്ട് ഒരാഴ്ച ആയതേ ഉള്ളൂ. ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്, 3 തരത്തിലാണ് ഇതിനെ അഭിമുഖീകരിക്കാൻ പോകുന്നത്. ആദ്യം ഒരു 100-day പ്രോഗ്രാം തയ്യാറാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ മാർച്ചിനകം ചെയ്യേണ്ട കാര്യങ്ങൾ തയ്യാറാക്കും. അതുപോലെ ലോങ് ടേം ആയിട്ട് 2 വർഷം കൊണ്ട് ചെയ്യേണ്ട എന്താണേലും ഇതിൽ ആദ്യത്തെ ഇത് തന്നെ എവിടെ ആനിമൽ സൈറ്റിംഗ് ഉണ്ടെങ്കിലും ആ നിമിഷം എന്നെ അറിയിക്കണമെന്ന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാവിലെ 6:30 മണിക്ക് ഈ സംഭവം ഉണ്ടായി. 7 മണിക്ക് മുമ്പായിട്ട് തന്നെ എനിക്ക് വിവരം കിട്ടി. ഉദ്യോഗസ്ഥരെ അവിടെ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഇപ്പൊ എനിക്ക് എങ്ങനെ വന്നാലും ഒരു 10 ദിവസം കൂടെങ്കിലും വേണം ഇതിനെ കുറിച്ചൊരു തീരുമാനമെടുക്കാൻ. അതുവരെ പക്ഷേ കോമ്പൻസേഷൻ ബ്രോഡായിട്ട് പറഞ്ഞാൽ 3 സ്ട്രാറ്റജി 3ആയിട്ടാണ്. 1 കണ്ടെയ്ൻമെന്റ്, വനത്തിൽ തന്നെ കണ്ടെയ്ൻ ചെയ്യാനുള്ള നടപടി. 2 മിറ്റിഗേഷൻ എന്ന് പറയുമ്പോൾ അതിന്റെ ആഘാതം കുറയ്ക്കാൻ പുറത്തോട്ട് വരുമ്പോൾ ആഘാതം കുറയ്ക്കും. എന്നിട്ടും പുറത്തോട്ട് വരുവാണെങ്കിൽ കോമ്പൻസേഷൻ സമയബന്ധിതമായി കൊടുക്കാൻ ഈ 3 ഇതായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. നാളെ എല്ലാ കർഷക സംഘടനകളുമായി ചർച്ച ചെയ്യുന്നുണ്ട്. അഴിമതിയില്ലാത്ത സംസ്ഥാനമായി കേരളത്തെ മാറ്റുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരെ വെറുതെ വിടില്ല. അഴിമതിയെക്കുറിച്ച് വിവരം കൈമാറുന്ന ആളുകളുടെ സ്വകാര്യത ഉറപ്പുവരുത്തുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ഞാൻ പറയാം, അഴിമതിക്കാരായ ഒരു ഉദ്യോഗസ്ഥനെയും ഞങ്ങൾ വെറുതെ വിടില്ല. അഴിമതിക്കാരായ നേതാക്കളെയും അതുകൊണ്ട് ഉദ്യോഗസ്ഥന്മാരെയും തീർച്ചയായും ഈ ബ്യൂറോയുടെ കണ്ണുകൾ അവരുടെ പിന്നാലെ ഉണ്ടാകും. അഴിമതിക്കാരായ ഉദ്യോഗസ്ഥന്മാരും മറ്റ് തലങ്ങളിൽ പ്രവർത്തിക്കുന്ന നേതാക്കളാണെങ്കിലും അവരുടെ പിന്നാലെ അവരെ ബ്യൂറോ നിരീക്ഷിക്കും. ഒരു സംശയമാക്കാനില്ല. എവിടെ അഴിമതി കണ്ടാലും അത് വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോയെ അറിയിക്കാനുള്ള സംവിധാനം ജനങ്ങൾ പ്രയോജനപ്പെടുത്തും. അവരാരാണ് പറയുന്നത് എന്നുള്ളത് പൂർണ്ണമായും കോൺഫിഡൻഷ്യലായി രഹസ്യമായി തന്നെ സൂക്ഷിക്കുന്നതാണ്. ഒരു തരത്തിലും അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. 1969 വിജിലൻസ് മാനുവൽ കാലോചിതമായി പരിഷ്കരിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കരട് രേഖ പരിശോധിച്ച ശേഷം അന്തിമ രൂപം നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. നവജാത ശിശുവിനെ അമ്മ ജനലിലൂടെ വലിച്ചെറിഞ്ഞു. ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിലാണ് ഈ ഞെട്ടിക്കുന്ന സംഭവമുണ്ടായത്. ആശുപത്രി ശുചിമുറിയിൽ പ്രസവിച്ച 19-കാരിയാണ് കുഞ്ഞിനെ വലിച്ചെറിഞ്ഞത്. കുഞ്ഞിനെ വണ്ടാനം മെഡിക്കൽ കോളേജ് ന്യൂമോണ്ട് ICUവിൽ പ്രവേശിപ്പിച്ചു. ഒരു പീരിയഡ്സിന്റെ പെയിൻ എന്നുള്ള രീതിയിൽ ബാക്ക് പെയിൻ ആയിട്ടായിരുന്നു പേഷ്യന്റ് വന്നിട്ടുണ്ടായിരുന്നത്. 9 മണിയൊക്കെ ഉള്ള ആ സമയത്തായിരുന്നു വന്നിരുന്നത്. അപ്പോൾ വന്നിരുന്ന സമയത്ത് തന്നെ ആൾക്ക് നല്ല വേദനയുണ്ട്, നടുവേദനയുണ്ട്, പെയിൻ കില്ലേഴ്സ് തരണമെന്ന് പറഞ്ഞല്ല വന്നത്. നമ്മൾ പെയിൻ കില്ലേഴ്സ് കൊടുത്തിട്ട് പേഷ്യന്റ് ഒബ്സർവേഷൻ വെച്ചിരിക്കുകയായിരുന്നു. പക്ഷെ നമുക്ക് വയറ് കണ്ടപ്പോൾ ചെറിയൊരു സംശയം പോലെ ഉണ്ടായിരുന്നു. ഫ്രീക്വന്റ് ആയിട്ട് ഞാനും ഇവിടെ ഡോക്ടറും സിസ്റ്റർമാരും ഒക്കെ പോയി ചോദിക്കുന്നുണ്ടായിരുന്നു, ഇങ്ങനെ എന്തെങ്കിലും പീരിയഡ്സ് മിസ്സായിട്ടുണ്ടോ അങ്ങനെയൊക്കെ. അപ്പം ആള് കറക്റ്റ് റെഗുലർ ആയിട്ട് പീരിയഡ്സ് വരുന്നത്, അങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ വയറ്റിൽ ചെറിയത് കൊഴുപ്പ് അടിഞ്ഞ പോലെ സംശയമുണ്ട്. ഇടയ്ക്ക് സ്കാൻ ചെയ്തപ്പം അങ്ങനെ റിപ്പോർട്ടൊക്കെ വന്നിട്ടുണ്ടെന്നൊക്കെ തന്നെ പറഞ്ഞിരുന്നത്. പിന്നെ നമുക്ക് സംശയം കാരണം ആളെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വാഷ് ചെയ്യുന്നുണ്ടായിരുന്നു. ഫ്രീക്വന്റ് ആയിട്ട് ഇങ്ങനെ ബാത്റൂമിൽ പോവുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു 12 മണിയോടൊക്കെ അടുപ്പിച്ച് ഈ പേഷ്യന്റ് നമ്മൾ ഒബ്സർവേഷൻ നിൽക്കുന്ന സമയത്ത് ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടിട്ടാ ഇവിടുത്തെ അസിസ്റ്റന്റ് ചേട്ടനും പിന്നെ ഡോക്ടറും എല്ലാം കൂടെ പോയി ബാക്കിൽ പോയി നോക്കുന്ന സമയത്ത് ഒരു പെൺകുഞ്ഞിനെ കിട്ടിയത്. അപ്പം തന്നെ പ്രാഥമിക ശുശ്രൂഷ നൽകിയിട്ട് 2 പേരെ നമ്മൾ വണ്ടാനത്തേക്ക് റെഫർ ചെയ്തു. ശരണ്യ സ്നേഹിതനുണ്ട്. ശരണ്യ, ഞെട്ടിക്കുന്ന സംഭവമാണ് ഇത്. എന്താണ് സംഭവിച്ചത്? കുട്ടിയുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്? ഒപ്പം ഈ കുട്ടിയുടെ അവസ്ഥ എന്താണ്?
സജിത്ത്, ഇന്നലെ രാത്രി ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിലാണ് ഞെട്ടിക്കുന്ന സംഭവം ഉണ്ടായത്. ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിൽ ഇന്നലെ രാത്രിയോടെയാണ് ഈ 19 വയസ്സുകാരി ചികിത്സ തേടിയെത്തുന്നത്. സഹോദരിക്കൊപ്പമാണ് ആശുപത്രിയിൽ എത്തിയതെന്നുള്ളതാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. തുടർന്ന് ആർത്തവത്തെ തുടർന്നുണ്ടാകുന്ന ശാരീരിക അസ്വസ്ഥതകളുമായി, നടുവേദന ഉൾപ്പെടെയുള്ള ശാരീരിക അസ്വസ്ഥതകളുമായാണ് എത്തിയതെന്നാണ് ആശുപത്രി അധികൃതരോട് പറഞ്ഞത്. വയറ് വീർത്തിരിക്കുന്നത് കണ്ട് തന്നെ ആശുപത്രിയിലെ ഡോക്ടർമാർ ഉൾപ്പെടെ സംശയം പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ കൂടുതൽ പരിശോധനയ്ക്ക് വിധേയമാകാനായിട്ട് ഈ യുവതി തയ്യാറായില്ല എന്നുള്ളതാണ് ഡോക്ടർമാർ പറയുന്നത്. ആശുപത്രിയിൽ പെയിൻ കില്ലർ, അതായത് നടുവേദനയെ തുടർന്നുള്ള പെയിൻ കില്ലർ വേണമെന്ന് പറഞ്ഞായിരുന്നു എത്തിയത്. ഈ വയറിന്റെ കാര്യം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അത് കൊഴുപ്പടിഞ്ഞു കൂടിയതുകൊണ്ട് നേരത്തെ തന്നെ ആശുപത്രിയിൽ സ്കാനിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. അതാണ് ആ വയറിന്റെ പ്രശ്നം എന്നുള്ള രീതിയിൽ അവതരിപ്പിച്ചു. എന്നാൽ ഈ ഒബ്സർവേഷനിൽ ഇരുന്ന ഈ യുവതി ഇടയ്ക്കിടയ്ക്ക് ശുചിമുറിയിൽ പോകുന്നുണ്ടായിരുന്നു. ശുചിമുറിയിൽ ഇത് ഒക്കെ ഡോക്ടർമാർ ഇവരെ സംശയത്തോടെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് ശുചിമുറിയുടെ പുറത്ത് സംശയം തോന്നി ശുചിമുറിയിൽ പോയി തിരിച്ചു വന്ന് ഒരു കുട്ടിയുടെ കരച്ചിൽ പോലെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർമാർ കേട്ടു. പക്ഷേ ശുചിമുറിയിൽ എത്തി പരിശോധിച്ചപ്പോൾ ചില രക്തക്കറകൾ അടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്തുകയും ചെയ്തു. അങ്ങനെ വീണ്ടും ആ ശുചിമുറിയിൽ പരിശോധന നടത്തുന്നതിനിടയിലാണ് പുറത്ത് ജനാലയുടെ ഭാഗത്ത് ഒരു കരച്ചിൽ, കുട്ടിയുടേതായ കരച്ചിൽ കേൾക്കുന്നത്. തുടർന്ന് ആശുപത്രി അധികൃതർ ഭാഗത്ത് പരിശോധന നടത്തിയപ്പോഴാണ് നവജാത ശിശുവിനെ കണ്ടെത്തിയത്. മെഡിക്കൽ ഫീൽഡിൽ ജോലി ചെയ്തിട്ടുള്ള ഒരു കുട്ടിയാണ് എന്നുള്ളതാണ് ഈ 19കാരി എന്നത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഒപ്പം തന്നെ ഈ പൊക്കിൾക്കൊടി വലിച്ചു പൊട്ടിച്ച നിലയിലായിരുന്നു എന്നും ഒക്കെ ഡോക്ടർമാർ പറയുന്നുണ്ട്. അതിക്രൂരമായ സംഭവമായിരുന്നു. വീട്ടുകാരെ വിവരം അറിയിച്ചിട്ടില്ലായിരുന്നു, അതായത് പ്രഗ്നൻസി സംബന്ധിച്ച് വീട്ടുകാരെ അറിയിച്ചിട്ടില്ലായിരുന്നു എന്നുള്ളതാണ് വീട്ടുകാർ ഇപ്പോൾ ആശുപത്രി അധികൃതരോടൊക്കെ പറഞ്ഞിരിക്കുന്നത്. തുടർന്ന് ഈ കുട്ടി കരയുകയൊക്കെ ചെയ്തുകൊണ്ട് തന്നെ ആരോഗ്യമുള്ള കുഞ്ഞായിരുന്നു ഈ നവജാത ശിശു. അമ്മയെയും കുട്ടിയെയും പിന്നീട് വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് തുടർ ചികിത്സയ്ക്കായി മാറ്റുകയായിരുന്നു. സജിത്ത്, ഹരിപ്പാടാണ് ഈ ഞെട്ടിക്കുന്ന സംഭവം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും കുട്ടി ഇപ്പോൾ ബോൺ ICUവിൽ പ്രവേശിപ്പിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയയ്ക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ ഹർഷിനിക്ക് സർക്കാർ ജോലി. കോഴിക്കോട് മെഡിക്കൽ കോളേജ് മാതൃശിശു കേന്ദ്രത്തിൽ അറ്റൻഡറായിട്ടാണ് അവരെ നിയമിച്ചിരിക്കുന്നത്. ഇന്നലെ മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് ഹർഷിനിക്ക് സർക്കാർ ജോലി ലഭിച്ചത്. തനിക്ക് നീതിയും സമാധാനവും ലഭിച്ചെന്നാണ് ഹർഷിനിയുടെ പ്രതികരണം. ഹർഷിനെയും സമരസമിതി ഭാരവാഹികളും ഇന്നലെ തിരുവനന്തപുരത്തെത്തി മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും കണ്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് രാത്രിയോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ആശുപത്രി വികസന സമിതിയുടെ കീഴിൽ ജോലിയിൽ പ്രവേശിക്കാനുള്ള ഉത്തരവ് ഹർഷിനിക്ക് നൽകിയത്. ഇതിന് തൊട്ടു പിന്നാലെ തിരുവനന്തപുരത്തു നിന്നും കോഴിക്കോട്ടേക്ക് എത്തിയ ഹർഷീന ആശുപത്രിയിലെത്തി പ്രിൻസിപ്പൽ ഓഫീസിൽ എത്തി ഈ ജോലിയിൽ പ്രവേശിക്കുകയായിരുന്നു. എന്തായാലും തനിക്ക് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നീതി ലഭ്യമായി എന്നാണ് ഹർഷീന പറഞ്ഞത്. സമരത്തിൻ്റെ ആദ്യഘട്ടം മുതൽ അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശനും മറ്റ് UDF നേതാക്കളുമൊക്കെ സഹായിച്ചിരുന്നു. ഇതിൻ്റെ പിന്നാലെയാണ് ഇപ്പോൾ ഭരണത്തിൽ കയറിയപ്പോൾ തന്നെ തന്നോട് കൃത്യമായി പറഞ്ഞ വാക്ക് സർക്കാർ പാലിച്ചിരിക്കുന്നതെന്നും അവർ വ്യക്തമാക്കുന്നു. നഷ്ടപരിഹാരത്തിൻ്റെ കാര്യത്തിൽ കൃത്യമായൊരു ഉറപ്പ് സർക്കാരിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ഒപ്പം ചികിത്സയ്ക്ക് ആവശ്യമായ മുഴുവൻ സഹായങ്ങളും നൽകാമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചതായും ഹർഷീന വ്യക്തമാക്കി. അങ്ങനെ അത്യാവശ്യം കുഴപ്പമില്ലാതെ BSc ഫിസിക്സ് ആയിരുന്നു. അങ്ങനെ പഠിച്ചുകൊണ്ടിരുന്ന നമുക്ക് അത് തുടർന്ന് പഠിക്കാനോ ഒരു കരിയറിലെത്താനോ ഒന്നും കഴിഞ്ഞില്ലല്ലോ. എല്ലാം കൊണ്ട് നമ്മൾ തകർന്നു പോയില്ലേ. അപ്പോൾ എന്തെങ്കിലും ഇനിയൊരു തുടർ പഠനമൊന്നും ആവൂല. അതുകൊണ്ട് നമുക്കൊരു ജോലി കിട്ടിയാൽ മതിയാവും. പക്ഷെ നമ്മൾ ആവശ്യപ്പെടുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഇങ്ങോട്ട് കണ്ടറിഞ്ഞ് തന്ന് ഈ സർക്കാരിന് എങ്ങനെ നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഇനി മുന്നോട്ടും അതുപോലെ പോകാൻ നിങ്ങളെല്ലാവരും സപ്പോർട്ട് തീർച്ചയായും. 9 വർഷക്കാലം ഒരു പക്ഷേ മരണം മുന്നിൽ കണ്ട് ഇനി ജീവിതം ഉണ്ടോയെന്ന് പോലും ചിന്തിച്ച ഒരു ആ ഒരു സന്ദർഭത്തിൽ നിന്ന് അൽഹംദുലില്ലാ ബാക്കോട് നോക്കുമ്പോൾ ഞാൻ എങ്ങനെ അതിനൊക്കെ തരണം ചെയ്തെന്ന് എനിക്കറിയില്ല. പഠിച്ചവൻ്റെ കാരണം ഒന്നുകൊണ്ട് മാത്രം, പഠിച്ചവനിൽ ഉറച്ച വിശ്വാസം ഉള്ളത് കൊണ്ട് മാത്രം എന്തായാലും ഒരു പ്രയാസത്തിനൊരു എളുപ്പമുണ്ടെന്ന് ഉറച്ച് വിശ്വസിച്ചിരുന്നു. ആ ഒരു പ്രയാസം കഠിനമായിരുന്നെങ്കിൽ എളുപ്പം അൽഹംദുലില്ലാ അത്രയും ഹയറായി വന്നു എന്നുള്ളതാണ്. സത്യം ജയിച്ചു. തുടർ ചികിത്സ മുഖ്യമന്ത്രി പേഴ്സണലായിട്ട് ഏറ്റെടുത്തു. ഞാൻ ഏറ്റെടുത്തതാണ്. അത് സർക്കാരിന്റെ ഒന്നും വേണ്ട, ഞാൻ ഏറ്റെടുത്തതാണ്. കോമ്പൻസേഷൻ 1 രൂപ പോലും അത് നിങ്ങൾ ചികിത്സക്ക് ചെലവാക്കേണ്ടതില്ല. ഞാൻ പേഴ്സണലി ഏറ്റെടുത്തു എന്നും ഉറപ്പ് തന്നിട്ടുണ്ട്.
2017 കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പ്രസവ ശസ്ത്രക്രിയക്കിടെ ശസ്ത്രക്രിയ ഉപകരണം കത്രിക പോലെയുള്ള ആർട്ടറി ഫോർസെപ്സ് എന്ന ഉപകരണം ഹർഷീനയുടെ വയറ്റിൽ കുടുങ്ങിയത്. പിന്നീട് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിച്ചതിനെ തുടർന്ന് അല്ലെങ്കിൽ വയറുവേദന പോലുള്ള ചില ലക്ഷണങ്ങൾ പ്രകടമാക്കിയതിനെ തുടർന്ന് ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിലാണ് ആദ്യ ശസ്ത്രക്രിയക്കിടെ ഒരു ശസ്ത്രക്രിയ ഉപകരണം വയറ്റിൽ കുടുങ്ങിയതായി കണ്ടെത്തിയത്. പിന്നീട് 2022 ശസ്ത്രക്രിയ നടത്തി ഈ ഉപകരണം പുറത്തെടുക്കുകയും ചെയ്തിരുന്നു. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് 2 ഡോക്ടർമാർക്കും നഴ്സുമാർക്കുമെതിരെ പോലീസ് കേസെടുത്തിരുന്നു. ആ കേസിൻ്റെ കുറ്റപത്രമടക്കം സമർപ്പിച്ച് വിചാരണ നടപടികൾ ആരംഭിക്കാൻ ഇരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ട് നേരത്തെ തന്നെ ഹർഷീന രംഗത്തെത്തിയിരുന്നു. എന്നാൽ 2 ലക്ഷം രൂപ മാത്രമാണ് നൽകാൻ കഴിയൂ എന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചിരുന്നു. പലവട്ടം ആരോഗ്യമന്ത്രി ആയിരുന്ന വീണ ജോർജുമായി കൂടിക്കാഴ്ചയും മറ്റും നടത്തിയെങ്കിലും കൃത്യമായൊരു ഉറപ്പ് ആരോഗ്യമന്ത്രിയിൽ നിന്നും ലഭിച്ചിരുന്നില്ല എന്നാണ് ഹർഷീന കുറ്റപ്പെടുത്തിയത്. ഒപ്പം തനിക്ക് മറ്റ് ജോലിക്ക് പോകാനൊന്നും കഴിയാത്ത വിധം ആരോഗ്യം മോശമായ സാഹചര്യത്തിലാണ്, തുടർ ചികിത്സയ്ക്ക് പണം ആവശ്യമുണ്ട്, അതുകൊണ്ട് 50 ലക്ഷം രൂപയെങ്കിലും നഷ്ടപരിഹാരം നൽകണമെന്ന ആവശ്യവും അവർ മുന്നോട്ട് വച്ചിരുന്നു. ഈ ആവശ്യങ്ങളോടൊന്നും അനുകൂലമായല്ല മുൻ സർക്കാർ പ്രതികരിച്ചത് എന്നാണ് ഹർഷീന പറയുന്നത്. എന്തായാലും സമരത്തിന് വലിയ പിന്തുണയാണ് അന്നത്തെ പ്രതിപക്ഷ നേതാവായ VD സതീശനും കോൺഗ്രസും മുസ്ലിം ലീഗും ഒക്കെ നൽകിയിരുന്നത്. അതിനുശേഷം അന്ന് തന്നെ അദ്ദേഹം വാക്ക് പറഞ്ഞിരുന്നു, UDF സർക്കാർ അധികാരത്തിൽ എത്തിയാൽ അർഹമായ നഷ്ടപരിഹാരം നൽകുകയും ഹർഷീനയ്ക്ക് നീതി നൽകുകയും ചെയ്തു എന്നത്. എന്തായാലും ഇത് പാലിക്കപ്പെട്ടു എന്നാണ് ഹർഷീന പറയുന്നത്. തനിക്ക് ഏത് ആശുപത്രിയിൽ നിന്നാണോ നീതി നിഷേധമുണ്ടായത് അതേ ആശുപത്രിയിൽ തന്നെ ജോലിക്ക് പ്രവേശിക്കുക എന്ന ഒരു പ്രത്യേക നിയോഗമാണിപ്പോൾ ഹർഷീനെ തേടി എത്തിയിരിക്കുന്നത്. കോട്ടയം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ സ്വകാര്യ ആശുപത്രിയിലും ജോലി ചെയ്ത സംഭവത്തിൽ നടപടിക്ക് ശുപാർശ. സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർക്ക് കത്ത് നൽകി. ഓർത്തോ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ MS നിഷാരയാണ് മെഡിക്കൽ കോളേജിൽ നിന്ന് 3 മാസത്തെ അവധിയെടുത്ത് സ്വകാര്യ ആശുപത്രിയിൽ ജോലി ചെയ്തത്. നേരത്തെ നഴ്സിനോട് അപമര്യാദയായി പെരുമാറിയ സംഭവത്തിലും ഡോക്ടർക്കെതിരെ റിപ്പോർട്ട് വന്നിരുന്നു. സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിലും ആശുപത്രികളിലും ഒക്കെ ഇപ്പോഴുള്ള ഡോക്ടർമാരുടെ എണ്ണം തന്നെ തികയാത്ത സാഹചര്യമാണ് പല ഘട്ടങ്ങളിലും ഉണ്ടാകാറുള്ളത്. ഇതിനിടെയാണ് സ്വകാര്യ പ്രാക്ടീസൊക്കെ നിർത്തലാക്കാൻ വേണ്ടി സർക്കാരുകൾ നേരത്തെ വലിയ ഇടപെടലൊക്കെ നടത്തിയിരുന്നത്. എന്നാൽ ഇതിനെയൊക്കെ ലംഘിച്ചുകൊണ്ട് കോട്ടയം മെഡിക്കൽ കോളേജിലെ ഓർത്തോ വിഭാഗത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ MS നിഷാര നടത്തിയ നീക്കമാണ് വിവാദമായത്. അതായത് അദ്ദേഹം 3 മാസം പിതാവിന് ചികിത്സിക്കാൻ വേണ്ടി ലീവ് വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ശൂന്യവേതന അവധി ലോസ് ഓഫ് പേ എടുക്കുന്നു. അതിനുശേഷം കോട്ടയത്തെ തന്നെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ജോലിക്ക് കയറുന്നു. അതായത് ബോർഡ് വെച്ച് തന്നെ പ്രാക്ടീസ് നടത്തുന്നു. ആ ആശുപത്രിയുടെ സൈറ്റിലടക്കം അയാളുടെ പേരുകൾ വരുന്നു. അയാളിത് സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. ഫലത്തിൽ ഇതൊരു ചട്ടലംഘനം ആണ് എന്നുള്ളതാണ് വസ്തുത. അതായത് 3 വർഷത്തിൽ കൂടുതൽ അവധി എടുത്ത് മാത്രമേ ഇത്തരം ജോലികൾക്ക് പോകാൻ ഡോക്ടർമാർക്ക് അനുമതിയുള്ളൂ. അതും സാധാരണഗതിയിൽ ലോസ് ഓഫ് പേ അവധി എടുത്തുകൊണ്ട് പോകാൻ കഴിയില്ല. DME വഴി സർക്കാരിന് അപേക്ഷ നൽകുകയും സർക്കാർ തന്നെ അംഗീകരിച്ചുകൊണ്ട് മാത്രമേ അത്തരം ജോലികൾക്ക് മറ്റേതെങ്കിലും ജോലിക്ക് പ്രവേശിക്കാൻ കഴിയുകയുള്ളൂ. ഫലത്തിൽ ഇത്തരം കാര്യങ്ങളാണ് ഈ MS നിഷാര എന്ന ഡോക്ടർ അത് ലംഘിച്ചത് എന്നുള്ളതാണ് കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും ഇദ്ദേഹത്തിനെതിരെ തുടർ നടപടി, ഒരു അന്വേഷണം കൃത്യമായി വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോട്ടയം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ DMEക്ക് കത്ത് നൽകിയിട്ടുണ്ട്. മാത്രമല്ല വിജിലൻസും ഇക്കാര്യത്തിൽ പ്രാഥമിക അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ കത്തിൽ നിന്ന് തന്നെ വ്യക്തമാകുന്ന വിവരം. നിലവിൽ ഇയാൾക്കെതിരെ നേരത്തെയും പരാതികൾ ഉണ്ടായിരുന്നു. ഒരു നഴ്സിംഗ് അസിസ്റ്റന്റിനോട് അപമര്യാദയെ പെരുമാറി എന്ന് അന്വേഷണ സംഘം നേരത്തെ 2025 കണ്ടെത്തിയ ഒരു ഡോക്ടർ കൂടിയാണ്. ഈ സർക്കാരിനെ ആകപ്പാടെ പറ്റിച്ചുകൊണ്ട് നടത്തിയൊരു നീക്കം എന്ന നിലയിൽ എന്ത് തരത്തിലുള്ള അന്വേഷണമായിരിക്കും? സ്വാഭാവികമായിട്ടും വകുപ്പ് തല അന്വേഷണം ഉണ്ടാകും. ഇയാൾക്കെതിരെ എന്ത് നടപടിയാകും ഉണ്ടാകുക എന്നുള്ളതാണ് ഇനി കാത്തിരുന്നു കാണേണ്ടത്. കോട്ടയത്ത് നിന്ന് അജി ശ്രീജിത്ത്, News 18. കൊച്ചിയിൽ മോഡലിംഗിന്റെ മറവിൽ സെക്സ് റാക്കറ്റ് കേസിൽ പ്രതികളെ കോടതി കസ്റ്റഡിയിൽ വിട്ടു. അലീന, മഞ്ജിമ എന്നിവരെയാണ് നാളെ വൈകിട്ട് 5 മണിവരെ കസ്റ്റഡിയിൽ വിട്ടത്. എറണാകുളം ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് ഈ നടപടി. പ്രതികളുടെ സാന്നിധ്യത്തിൽ ഫോൺ രേഖകളും പണ ഇടപാടുകളും പരിശോധിക്കണമെന്നും പോലീസ് വ്യക്തമാക്കി. മോഡൽ സെക്സ് റാക്കറ്റ് കേസിൽ ആദ്യം അറസ്റ്റിലായ പ്രതികളെയാണ് ഇപ്പോൾ കോടതി നാളെ വൈകിട്ട് 5 മണിവരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു നൽകിയിരിക്കുന്നത്. അന്വേഷണ സംഘത്തിന് നാളെ വൈകിട്ട് 5 മണിവരെ ഇവരെ ചോദ്യം ചെയ്യാം. ഇതിൽ അറസ്റ്റിലായ അലീന, അതോടൊപ്പം തന്നെ മഞ്ജിമ, ഈ 2 പേരെയുമാണ് ഇപ്പോൾ കസ്റ്റഡിയിലേക്ക് അയച്ചിരിക്കുന്നത്.
ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 4 പേരാണ് ആകെ അറസ്റ്റിലായിട്ടിരിക്കുന്നത്. പ്രധാന പ്രതിയായ സ്റ്റോയ്സി എന്ന സിന്ധു, അതോടൊപ്പം തന്നെയാണ് ബിലാൽ എന്ന് പറയുന്ന ശ്രീകുമാർ. ഇവർ 4 പേരും ആകെ അറസ്റ്റിലായിട്ടുണ്ട്. മറ്റ് 2 പേർ ഇവരാണ്. എന്നാൽ ഇവരെ ഇതിനുശേഷം ഇപ്പോൾ ഉള്ള ചോദ്യം ചെയ്തതിനു ശേഷം ഇവരെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടാം എന്നതാണ് ഇപ്പോഴത്തെ അന്വേഷണ സംഘത്തിൻ്റെ തീരുമാനം. ഏതായാലും ഇപ്പോൾ അറസ്റ്റിലായ 2 പേർ, അവരെ കൂടുതൽ ആളുകളെ റിക്രൂട്ട് ചെയ്തതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണികൾ ഇവരാണ് എന്നതാണ് പോലീസ് കരുതുന്നത്. അതോടൊപ്പം തന്നെയാണ് ഈ കേസിൽ ഒരു സംശയാസ്പദമായി കാണുന്ന ഗുണ്ടാ സംഘങ്ങളുടെ ഒരു ബന്ധം ഇതിൽ വളരെ സജീവമാണ്. അതോടൊപ്പം തന്നെ സിന്ധു ഈ ഗുണ്ടാ സംഘത്തിന് പണം നൽകിയതായിട്ടുള്ള രേഖകളടക്കം കണ്ടെത്തിയിട്ടുണ്ട്. ഇതിനെല്ലാം തന്നെ ഇടനിലക്കാരിയായതും ഒപ്പം തന്നെ ഈ ഗുണ്ടാ കണക്ഷനിൽ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്നതിനെല്ലാം സഹായമായത് അലീനയുടെ ഒരു ഇടപെടലാണ്. അവർക്ക് ഇവിടെയുള്ള ഒരു ഗുണ്ടാ നേതാവുമായിട്ട് വളരെ അടുത്ത ബന്ധം തന്നെയുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളിൽ കൂടുതൽ ഒരു വിശദീകരണം, ചോദ്യം ചെയ്യലുമെല്ലാം ഇപ്പോൾ കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുള്ള ഈ ദിവസം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിനുശേഷം പോലീസ് കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യക്തമാക്കിയത് ഗുണ്ടാ സംഘങ്ങളിലേക്കും അന്വേഷണം ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു. അതെല്ലാം ഈ ചോദ്യം ചെയ്യലിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും മുന്നോട്ട് പോകുക. പ്രധാനമായും തന്നെ ഇവർ പണം എന്തിനു നൽകി, ആരൊക്കെയായിരുന്നു ഇവിടെ ഇടപാടുകൾ എന്നതെല്ലാം തന്നെ വ്യക്തമാക്കേണ്ടതുണ്ട്. കൂടുതൽ ആളുകളെ ഈ മോഡലിങ്ങിൻ്റെ മറവിൽ ദുബായിലേക്ക് എത്തിച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഈ നാളെ അവസാനിക്കുന്ന ചോദ്യം ചെയ്യലടക്കം വിവരങ്ങൾ ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷ. 2 പേരെയും കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. കസ്റ്റഡി അപേക്ഷയിൽ പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ ആളുകളിലേക്ക് അന്വേഷണം നീളാനുള്ള ഒരു സാധ്യതയുമുണ്ട്. അതുകൊണ്ട് ഇവരുടെ ചോദ്യം ചെയ്യൽ അനിവാര്യമാണ്. ഗുണ്ടാ സംഘങ്ങളും അതോടൊപ്പം തന്നെ വിദേശ ബന്ധങ്ങളുമെല്ലാം ഈ പ്രതികൾക്കുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ കസ്റ്റഡി അപേക്ഷയിൽ പറയുന്നുണ്ട്. അമ്മയിലെ തർക്കത്തിൽ ടിനി ടോമിനെതിരെ നിയമ നടപടിക്കൊരുങ്ങി അൻസിബ. ആഭ്യന്തരമന്ത്രിക്കും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും പരാതി നൽകും. തൃപ്പൂണിത്തറ ഹിൽ പാലസ് വനിതാ സെൽ സിഐക്കെതിരെയും പരാതി നൽകും. പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിച്ചു വരുത്തി മാനസികമായി പീഡിപ്പിച്ചെന്നാണ് അൻസിബയുടെ ആരോപണം. അതേസമയം അമ്മ എക്സിക്യൂട്ടീവ് അംഗങ്ങൾക്ക് മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിൽ വിലക്കേർപ്പെടുത്തി കഴിഞ്ഞു. കുടുംബ സംഗമത്തിലെ സ്പോൺസർഷിപ്പുമായി ബന്ധപ്പെട്ട വിവാദങ്ങളോട് ഭാരവാഹികൾ ഇതുവരെ പ്രതികരിച്ചിട്ടുമില്ല. ഇതിനിടെ അൻസിബയ്ക്കെതിരെ നടി പ്രിയങ്കയും രംഗത്ത് വന്നു. താരസംഘടനയായ അമ്മയിലുണ്ടായ നിലവിലെ പൊട്ടിത്തെറിയിൽ വലിയ അതൃപ്തിയാണ് ഒരു വിഭാഗം താരങ്ങൾ ഉന്നയിക്കുന്നത്. പ്രത്യേകിച്ച് മാധ്യമങ്ങളിലൂടെ വന്ന ഇത്തരത്തിലുള്ള പ്രതികരണം നടത്തുന്നത് സംഘടനയെ തന്നെ വളരെ മോശമായ രീതിയിൽ ചിത്രീകരിക്കുന്നു എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അടുത്ത മാസം 21-ാം തീയതി ചേരുന്ന ജനറൽ ബോഡി യോഗത്തിൽ അവരവരുടെ അഭിപ്രായം പറഞ്ഞാൽ മതി എന്നൊരു പൊതു നിലപാടിലെത്തിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ പ്രസിഡന്റ് ശ്വേത മേനോൻ താരങ്ങൾക്കും എക്സിക്യൂട്ടീവ് അംഗങ്ങൾക്കും അത്തരത്തിലുള്ളൊരു നിർദ്ദേശവും നൽകി. ഇനി മാധ്യമങ്ങളിലൂടെ പരസ്യ പ്രതികരണത്തിന് ആരും നിൽക്കരുത്. എന്തെങ്കിലും കാര്യങ്ങൾ മാധ്യമങ്ങളെ അറിയിക്കാനുണ്ടെങ്കിൽ അത് പ്രസിഡന്റ് എന്ന നിലയിൽ അല്ലെങ്കിൽ സ്പോക്സ് പേഴ്സൺ എന്ന നിലയിൽ താൻ തന്നെയായിരിക്കും അക്കാര്യങ്ങൾ അറിയിക്കുക. മറ്റ് രീതിയിലുള്ള ആരോപണങ്ങളോ വിഷയങ്ങളോ ഒന്നും മാധ്യമങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കേണ്ടതില്ല എന്നൊരു നിർദ്ദേശമാണ് ശ്വേത മേനോൻ അംഗങ്ങൾക്കും നൽകിയിരിക്കുന്നത്. അതിനിടയിൽ ഈ സംഘടനയിലെ ഈ നിലവിലുള്ള കമ്മിറ്റി പിരിച്ചുവിടണമെന്ന ആവശ്യവുമായി മാലാപാർവതിയും രംഗത്തെത്തി. കാരണം വനിതകൾ തലപ്പത്തേക്ക് എത്തിയപ്പോൾ വളരെ സന്തോഷിച്ച വ്യക്തികളിൽ ഒരാളാണ് താനും. പക്ഷേ ഇത്തരത്തിലുള്ള ആരോപണങ്ങളും തുറന്നു പറച്ചിലുകളും കാണുന്നതോടുകൂടി വളരെ വിഷമമുണ്ടാക്കുന്നു എന്ന് മാലാപാർവതി ന്യൂസ് 18നോട് പറഞ്ഞു. ഒരുപാട് സന്തോഷിച്ച ഒരാളാണ് ഞാൻ. ഒരുപാട് പ്രതീക്ഷയുണ്ടായിരുന്നു. കാരണം ഇതിൽ മെജോറിറ്റി ആൾക്കാർ സ്ത്രീകളാണ് ഈ സംഘടനയിൽ. അതുകൊണ്ട് മെയിൻ കീ പോസ്റ്റുകളിലെല്ലാം സ്ത്രീകളാണ്. പക്ഷെ ആദ്യ ദിവസം തന്നെ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കവും പോരും വഴക്കും ഒക്കെ ആണെന്ന് അറിയുമ്പോൾ വല്ലാത്ത ഒരു ഡിസല്യൂഷൻഡ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ്. ഇതിന്റെ ഭരണസമിതി തിരിച്ചുവിടണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നടി പ്രിയങ്കയും ഹൻസിബയ്ക്കെതിരെ രംഗത്തെത്തി. ഇന്ന് രാവിലെ ഹൻസിബ തനിക്ക് മെസ്സേജ് അയച്ചു. താനടക്കമുള്ള പല താരങ്ങൾക്കും മെസ്സേജ് അയച്ചു. ടിനി ടോമിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായെന്നായിരുന്നു ആ മെസ്സേജിന്റെ ഉള്ളടക്കം. പക്ഷേ ഇത് മാധ്യമങ്ങളിലൂടെ പറയാതെ സംഘടനയ്ക്കുള്ളിൽ തന്നെ പറഞ്ഞ് പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കേണ്ടതായിരുന്നില്ലേ? അങ്ങനെ ഒരു പ്രശ്നം ഹൻസിബ നേരിട്ടിട്ടുണ്ടെങ്കിൽ അത് താൻ ഉൾപ്പെടെയുള്ളവർ ഇതിൽ സംസാരിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കുമായിരുന്നില്ലേ എന്നൊരു ചോദ്യമാണ് പ്രിയങ്കയും ഉന്നയിക്കുന്നത്. അതോടൊപ്പം തന്നെ പൊതുസമൂഹത്തിൽ സംഘടനയെ മോശമാക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ വളരെയേറെ വേദനിപ്പിക്കുന്നുണ്ടെന്നും നടി പ്രിയങ്ക വ്യക്തമാക്കി.
ഇന്ന് അനിസഭ ഞങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾ അറിയാൻ വേണ്ടി പറയുകയാണ്, ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട് വാട്സപ്പിൽ. വോയിസ് മെസ്സേജും കുറച്ച് റീഡിംഗ് മെസ്സേജും. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഞാൻ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. ഈ പറയുന്ന വാക്കുകൾ ഈ മാധ്യമങ്ങളുടെ മുമ്പിൽ പോയി അമ്മയെ മോശമാക്കാതെ ഞങ്ങളോട് ഇത് മുമ്പ് തരണമായിരുന്നു. ഈ സാധനം നമുക്ക് നേരത്തെയാണ് ഈ വോയിസ് മെസ്സേജ് തന്നിരുന്നെങ്കിൽ ഞങ്ങൾ ആ കുട്ടിയുടെ എന്താണ് കാര്യങ്ങളെന്ന് ഞങ്ങൾ അന്വേഷിച്ചേനെ. അതിനിടെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ ഹൻസിബ തീരുമാനിച്ചിരിക്കുകയാണ്. നടൻ ടിനി ടോമിനെതിരെ ആഭ്യന്തരമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും അടക്കം പരാതി നൽകുമെന്നാണ് ഹൻസിബ വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ ലക്ഷ്മിപ്രിയയുടെ പരാതിയിൽ ഹിൽ പാലസ് പോലീസ് തന്നെ 3 മണിക്കൂർ ചോദ്യം ചെയ്തു. അത് തനിക്ക് വളരെ മാനസിക വിഷമം ഉണ്ടാക്കി. അങ്ങനെ വനിതാ സെല്ലിനെതിരെയും പരാതി നൽകുവാനാണ് ഹൻസിബ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഹൻസിബയുടെ ഭാഗത്ത് കൃത്യമായിട്ടുള്ള തെളിവുകളില്ലാത്ത ആരോപണത്തെയാണ് ഒരു വിഭാഗം ആളുകൾ തള്ളിക്കളയുന്നത്. അതേസമയം മുതിർന്ന താരങ്ങൾ പ്രതികരിക്കുന്നതും വലിയ ആശയക്കുഴപ്പം അല്ലെങ്കിൽ വലിയ രീതിയിൽ ചർച്ചയാകുന്നുണ്ട്. പക്ഷേ മുതിർന്ന താരങ്ങൾ, ജഗദീഷ് അടക്കമുള്ള താരങ്ങൾ പറയുന്നത് ജനറൽ ബോഡിയിൽ ഈ വിഷയം കൃത്യമായി ചർച്ച ചെയ്യും, അല്ലാതെ മറ്റ് പരസ്യമായിട്ടുള്ള പ്രതികരണങ്ങളിലേക്ക് നിലവിൽ പോകുന്നില്ല എന്നാണ് മുതിർന്ന താരങ്ങളും അഭിപ്രായപ്പെടുന്നത്. റസൂൽ പൂക്കുട്ടിക്ക് പകരം സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്തേക്ക് പുതിയ ആളെ ഉടൻ പ്രഖ്യാപിച്ചേക്കും. പുതിയ ചെയർമാനെ കണ്ടെത്താനുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ജോയ് മാത്യു, നടൻ സലീം കുമാർ, അക്കാദമിയുടെ മുൻ ആക്ടിംഗ് ചെയർമാൻ പ്രേംകുമാർ, ഫിലിം ലിറ്ററസി കമ്മിറ്റി മുൻ അധ്യക്ഷൻ രവീന്ദ്രൻ, ദീപു കരുണാകരൻ തുടങ്ങിയവരെയാണ് പരിഗണിക്കുന്നത്. സംസ്ഥാനത്ത് ഭരണമാറ്റമുണ്ടായതിന് പിന്നാലെ സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് റസൂൽ പൂക്കുട്ടി രാജിവെച്ചതോടെയാണ് പകരം ആ പദവിയിലേക്ക് ആര് എന്ന അഭ്യൂഹം UDF കേന്ദ്രങ്ങളിൽ ശക്തമായിരിക്കുന്നത്. പ്രധാനമായി 5 പേരുകളാണ് ചർച്ചകളിൽ നിറയുന്നത്. അതിൽ തന്നെ ജോയ് മാത്യു പരസ്യമായി അദ്ദേഹത്തിന്റെ നിലപാട് പറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹത്തിന് അങ്ങനെ ഒരു ക്ഷണമുണ്ടായാൽ ആ ക്ഷണം സ്വീകരിക്കുമെന്ന് ജോയ് മാത്യു വ്യക്തമാക്കി കഴിഞ്ഞു. അതോടൊപ്പം കോൺഗ്രസിന് അനുകൂലമായി പരസ്യ നിലപാടെടുത്തിരുന്ന ചലച്ചിത്ര താരം കൂടിയാണ് സലീം കുമാർ. സലീം കുമാറിന്റെ പേരും ആ ചർച്ചകളിൽ സജീവമാണ്. എടുത്തു പറയേണ്ട മറ്റ് 2 പേരുകൾ ഫിലിം ലിറ്ററസി കമ്മിറ്റിയുടെ മുൻ അധ്യക്ഷൻ രവീന്ദ്രന്റേതാണ്. അതോടൊപ്പം മുൻ ആക്ടിംഗ് ചെയർമാനായിരുന്ന, അക്കാദമിയുടെ മുൻ ആക്ടിംഗ് ചെയർമാനായിരുന്ന പ്രേംകുമാർ, അദ്ദേഹം ഇടതുപക്ഷവുമായി ഒരു നേർക്കുനേർ പോരാട്ടത്തിലേക്ക് പോകുന്നത് കണ്ടാണ് അദ്ദേഹത്തെ ആക്ടിംഗ് ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മാറ്റിയതിനു ശേഷം പരസ്യമായി തന്നെ ഈ ഇടത് നിലപാടിനെതിരെ അദ്ദേഹം തുറന്നടിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ അദ്ദേഹം UDFന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിച്ചേക്കുമെന്ന തരത്തിൽ വരെ അഭ്യൂഹങ്ങൾ ഉയർന്നതാണ്. പക്ഷെ അതൊന്നും ഉണ്ടായില്ല. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ പ്രേംകുമാറിനെ ഈ നിർണായകമായ പദവിയിലേക്ക് UDF സർക്കാർ നിയോഗിക്കുമോ എന്നതാണ് ഇനി അറിയാനുള്ളത്. ആ പേരുകൾക്കൊക്കെയൊപ്പം ചലച്ചിത്ര താരം ജഗദീഷിന്റെ പേരും ചർച്ചകളിൽ നിറഞ്ഞിരുന്നു. പക്ഷേ അദ്ദേഹം വ്യക്തിപരമായ ചില അസൗകര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പിന്മാറുകയാണ് ചെയ്തതെന്നാണ് അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചന. ഈ പേരുകൾക്കൊപ്പം ദീപു കരുണാകരന്റെ പേരും ചർച്ചകളിൽ നിറയുന്നുണ്ട്. എന്തായാലും വൈകാതെ തന്നെ ആരാകും ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ സ്ഥാനത്തേക്ക് എത്തുക എന്നതിൽ ഒരു വ്യക്തത കൈവരും. പീഡനക്കേസിൽ പാലക്കാട്ടെ കോൺഗ്രസ് കൗൺസിലർ പ്രശോഭിന് മുൻകൂർ ജാമ്യമില്ല. പ്രശോഭിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. നേരത്തെ മണ്ണാർക്കാട് SC/ST കോടതി പ്രശോഭിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയും തള്ളിയിരുന്നു. ജോലി വാഗ്ദാനം ചെയ്ത് ദളിത് യുവതിയെ ലൈംഗികമായി പീഡിപ്പിച്ചെന്നാണ് കേസ്. കൊല്ലം അഞ്ചലിൽ പോലീസുകാരന്റെ ബുള്ളറ്റ് കത്തിച്ച കേസിൽ വൻ വഴിത്തിരിവ്. സംഭവത്തിൽ ശൂരനാട് സ്വദേശി ആരതി, ഇടുക്കി സ്വദേശി ഗായത്രി എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. പോലീസുകാരനായ വിവേകും ആരതിയും തമ്മിലുള്ള വ്യക്തിപരമായ പ്രശ്നമാണ് ബൈക്ക് കത്തിക്കാൻ കാരണമെന്നാണ് പോലീസ് പറയുന്നത്. കഴിഞ്ഞ ദിവസമാണ് ആറന്മുള പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ ആർച്ചൽ പാലവിള വീട്ടിൽ വിവേകിന്റെ വീട്ടിലുണ്ടായിരുന്ന ബൈക്ക് അഗ്നിക്കിരയാകുന്നത്. രാത്രിയോടുകൂടിയാണ് ബൈക്ക് അഗ്നിക്കിരയാകുന്നത്. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമായ സൂചനകളൊന്നും നടത്തിയില്ല. വളരെ വിദഗ്ധമായ രീതിയിലുള്ള ചോദ്യം ചെയ്യലും അന്വേഷണവും ഒക്കെ നടന്നെങ്കിലും യാതൊരു സൂചനയും ലഭിക്കാത്ത സാഹചര്യത്തിലാണ് CCTV പരിശോധിക്കുന്നത്. CCTV പരിശോധിക്കുന്നതിൽ 2 സ്ത്രീകൾ വിവേകിന്റെ വീടിനെ ലക്ഷ്യമാക്കി നടന്നു വരുന്നതുള്ള ദൃശ്യങ്ങളാണ് ലഭിച്ചത്. എന്നാൽ ആ ദൃശ്യങ്ങളിൽ അവരുടെ രൂപം വ്യക്തമായിരുന്നില്ല. തുടർന്ന് നടത്തിയ പരിശോധനയിൽ, ഓട്ടോറിക്ഷകൾ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ ഒരു ഓട്ടോറിക്ഷയിലാണ് എത്തിയതെന്നും ആ ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് ഗൂഗിൾ പേയിലൂടെയാണ് പൈസ നൽകിയതെന്നും മനസ്സിലാക്കുകയും ആ ഓട്ടോറിക്ഷ ഡ്രൈവറെ ചോദ്യം ചെയ്തതിൽ നിന്നും അയാളുടെ സഹായത്തിൽ രൂപരേഖ വരച്ച് ഉണ്ടാക്കിയതെന്നും അവരെക്കുറിച്ച് വ്യക്തമായ ധാരണ ലഭിക്കുകയും ആരാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുകയും ചെയ്ത സാഹചര്യത്തിൽ അന്വേഷണം പുരോഗമിക്കുകയും പ്രതികളെ കണ്ടെത്തുകയുമായിരുന്നു. ആരതി എന്ന ഒരു സ്ത്രീയാണെന്ന് വ്യക്തമായ സൂചന ലഭിച്ചിട്ടുണ്ട്. വിവേകും ആരതിയും തമ്മിൽ വിവാഹ സംബന്ധമായ
ചില ഏർപ്പാടുകൾ ഉണ്ടായിരുന്നു. വിവാഹം നിശ്ചയം വരെ എത്തുകയും അത് പിന്നീട് മുടങ്ങിപ്പോവുകയും ചെയ്ത ഒരു സാഹചര്യത്തിൽ അതിൻ്റെ വൈരാഗ്യം തീർക്കുന്നതിനായാണ് ആരതിയും സഹായിയും ഇവിടെ എത്തുകയും ബൈക്കിന് തീയിട്ട് പ്രതികാരം നടത്തുകയും ചെയ്തത് എന്നാണ് പോലീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണങ്ങൾ പുരോഗമിക്കുകയാണ്. ഇവർ ആർച്ചിൽ എത്തുകയും ലൈബ്രറിയുടെ ഭാഗത്തായി രാത്രി പതുങ്ങിയിരുന്നതിന് ശേഷം അവസരം ലഭിച്ചപ്പോൾ അവിടെ എത്തി ബൈക്കിന് തീവെക്കുകയായിരുന്നു എന്നുമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. തുടർന്ന് ഇവർ തെറ്റിദ്ധാരണ പരത്തുന്നതിനായിട്ട് ഒരു യുവജന സംഘടനയുടെ പേരിൽ ഒരു ലെറ്റർ ആ സ്ഥലത്ത് വെക്കുകയും അതൊരു തെറ്റിദ്ധാരണ പരത്തുന്ന നിലയിലേക്ക് ഉണ്ടാവുകയും ചെയ്തു. അവസാനം യുവജന സംഘടനയുടെ നേതാക്കൾ സ്ഥലത്തെത്തുകയും അത് തങ്ങളുടേതായ യാതൊരു ബന്ധവുമില്ലാത്തതാണെന്ന് പോലീസിനെ ധരിപ്പിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ വ്യക്തമായ അന്വേഷണം നടത്തുകയും രണ്ടുപേരെയും പിടികൂടുകയും ചെയ്തു. ഇവരെ സ്ഥലത്തെത്തി തെളിവെടുപ്പ് നടത്തുന്നതിനിടെ മടങ്ങിപ്പോകുന്ന വഴിക്ക് ഒരു യുവതി വിഷം കഴിച്ച് അവരെ ഇപ്പോൾ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുമുണ്ട്. മറ്റ് യുവതി പോലീസ് കസ്റ്റഡിയിലാണ്. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദമായ അന്വേഷണം നടത്താൻ തന്നെയാണ് പോലീസിന്റെ തീരുമാനം. എന്നാൽ പ്രതികളെ തെളിവെടുപ്പിന് കൊണ്ടുപോകുമ്പോൾ പ്രതികളുടെ ദൃശ്യങ്ങൾ മാധ്യമപ്രവർത്തകർക്ക് ലഭിക്കാതിരിക്കുവാൻ മുഖം മറച്ചു കൊണ്ടുപോയത് വളരെയധികം പ്രതിഷേധത്തിന് ഇട നൽകിയെങ്കിലും ഒരു ദൃശ്യങ്ങൾ പോലും ലഭിക്കാത്ത ഒരു സാഹചര്യമാണ്. പ്രതികളുടെ ദൃശ്യങ്ങൾ പോലീസ് പങ്കുവെക്കാൻ തയ്യാറാകാത്ത ഒരു സാഹചര്യമാണ്. എന്തായാലും വിശദമായ അന്വേഷണം നടത്തി കൂടുതൽ വിവരങ്ങൾ വ്യക്തമാക്കി നൽകുമെന്നാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത്. തൃശൂർ വാണിയംപാറയിൽ ആംബുലൻസിൽ നിന്ന് മയക്കുമരുന്ന് പിടികൂടി. തൃശൂർ ഡിസ്ട്രിക്ട് ആൻഡ് നാർക്കോട്ടിക് സ്പെഷ്യൽ ആക്ഷൻ ഫോഴ്സും ഹൈവേ പോലീസും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് 250 ഗ്രാമിലധികം MDMA പിടികൂടിയത്. ഇന്ന് രാവിലെ 6:30 ഈ സംഭവം. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഷാരോൺ എന്ന ആംബുലൻസ് പരിശോധിക്കുന്നത്. ആംബുലൻസിലെ ബീക്കൺ ലൈറ്റിനുള്ളിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു ലഹരി മരുന്ന് കണ്ടെത്തിയത്. സംഭവത്തിൽ വെട്ടിക്കൽ അഞ്ചേരി സ്വദേശികളായ ഫെയ്ത്തും സന്ദീപും അറസ്റ്റിലായി. മലപ്പുറം നാടുകാണി ചുരത്തിൽ ഐസ്ക്രീം കച്ചവടം വിലക്കിയതിന് വനപാലകർക്ക് നേരെ ജാക്കി ലിവറുമായി ആക്രോശിച്ച് യുവാവ്. കരുളായി സ്വദേശി നവീൻ ഷാജിയെ വഴിക്കടവ് പോലീസ് പിന്നീട് അറസ്റ്റ് ചെയ്തു. ആനമറി ചെക്ക് പോസ്റ്റ് ഫോറസ്റ്റ് ഡെപ്യൂട്ടി റേഞ്ചർ വി രാജേഷിന്റെ പരാതിയിലാണ് നടപടി. യുവാവോ വനപാലകർക്ക് നേരെ ആക്രോശിക്കുന്ന വീഡിയോ പുറത്തു. തിരുവനന്തപുരം പാറ്റൂർ ജംഗ്ഷന് സമീപം ലോറി മറിഞ്ഞ് അപകടം. വട്ടിയൂർക്കാവിലെ ISROയിലേക്ക് ക്രെയിൻ ഭാഗങ്ങൾ കൊണ്ടുപോയ ലോറിയാണ് മറിഞ്ഞത്. വളവിൽ നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. ആളപായം. പാലക്കാട് ചന്ദ്രനഗറിൽ പാഴ്സൽ ലോറിയും ടോറസും കൂട്ടിയിടിച്ച അപകടം. പാഴ്സൽ ലോറി ഡ്രൈവർ ഉറങ്ങിപ്പോയതിനെ തുടർന്നായിരുന്നു അപകടം. പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് ശ്രമപ്പെട്ടാണ് വാഹനങ്ങൾ വെട്ടിപ്പൊളിച്ച് ഡ്രൈവർമാരെ പുറത്തെടുത്തത്. ഇരുവരെയും ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തെ തുടർന്ന് പ്രദേശത്ത് ഏറെ നേരത്തെ ഗതാഗത കുരുക്കും രൂപപ്പെട്ടു. കണ്ണൂർ പൈസക്കരിയിൽ ടോറസ് ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് വിദ്യാർത്ഥി മരിച്ചു. പൈസക്കരി ദേവമാതാ കോളേജ് വിദ്യാർത്ഥി ആൽബിൻ തോമസ് ആണ് മരിച്ചത്. കോളേജിലേക്ക് പരീക്ഷ എഴുതാൻ വരികയായിരുന്ന ആൽബിന്റെ ബൈക്ക് ചരലിൽ തെന്നി മറിയുകയും എതിർദിശയിൽ വന്ന ടോറസ് ലോറി ദേഹത്തൂടെ കയറിയിറങ്ങുകയുമായിരുന്നു. ഇന്ന് രാവിലെയായിരുന്നു സംഭവമുണ്ടായത്. പൊന്മല തട്ടുകുന്നിലെ തേവാരിയിൽ വിൽസൺ അമ്പിളി ദമ്പതികളുടെ രണ്ടാമത്തെ മകനാണ് ആൽബിൻ. പൈസക്കരി ദേവമാതാ കോളേജിലെ ഡിഗ്രി വിദ്യാർത്ഥി എബിൻ സഹോദരനാണ്. വണ്ടൂർ ക്യാപ്പിലെ കൊലവിളി പ്രകടനത്തിൽ CPM UDF പ്രവർത്തകർക്കെതിരെ കേസെടുത്ത പോലീസ്. അനുമതിയില്ലാതെ പ്രകടനം നടത്തിയതിനാണ് കേസെടുത്തത്. ബാർബർ ഷോപ്പിൽ കയറി CPM പ്രവർത്തകനെ മർദ്ദിച്ചതിന് പിന്നാലെയായിരുന്നു ഈ പ്രതിഷേധം. കയ്യും വെട്ടും കാലും വെട്ടും വേണ്ടി വന്നാൽ തലയും എടുക്കുമെന്നായിരുന്നു ഇരു വിഭാഗത്തിൻ്റെയും കൊലവിളി മുദ്രാവാക്യം.
കത്തിവന്നേ കുത്തിയ കോൺഗ്രസ് ഞങ്ങളൊന്ന് പറഞ്ഞേക്കാം. സിന്ദാബാദ് 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 സിപിഐഎം സിന്ദാബാദ് സിപിഐഎം സിന്ദാബാദ്. പ്രദേശത്ത് ഇപ്പോഴും സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ്. അതിനാൽ പോലീസ് സർവകക്ഷി യോഗം വിളിക്കും. അതേസമയം CPIM പ്രവർത്തകനെ മർദ്ദിച്ച കേസിൽ കാപ്പിൽ സ്വദേശി രാഗിലിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. സർക്കാർ മാറിയെങ്കിലും കാർഷിക മേഖലയിൽ പ്രതിസന്ധി തുടരുകയാണ്. ഫെബ്രുവരിയിൽ ആരംഭിച്ച നെല്ലു സംഭരണം പൂർത്തിയായെങ്കിലും 736 കോടി രൂപയാണ് സംഭരണ ഇനത്തിൽ സർക്കാർ കർഷകർക്ക് നൽകാനുള്ളത്. പുതിയ ഗവൺമെന്റ് ബാങ്കുകളുമായി PRS വായ്പ ഇടപാടിൽ എഗ്രിമെന്റ് ഒപ്പുവെക്കാത്തതും പ്രതിസന്ധിയുടെ ആഴം വർദ്ധിപ്പിക്കുന്നു. ഫെബ്രുവരി മാസത്തിലെ അവസാന വാരം ആരംഭിച്ച നെല്ല് സംഭരണത്തിൽ ഇതുവരെ കർഷകർക്ക് നൽകിയത് 72 കോടി രൂപ മാത്രമാണ്. ബാക്കി 736 കോടിയോളം ബാധ്യതയായി നിലനിൽക്കുന്നു. രണ്ടാം കൃഷി ആരംഭിക്കേണ്ട സമയമായി. മഴക്കാല പ്രവർത്തനങ്ങളും സ്കൂൾ തുറപ്പും എല്ലാം കൂടി സാമ്പത്തികം കണ്ടെത്താനായി നെട്ടോട്ടമോടുകയാണ് കർഷകർ. സംഭരണം പൂർത്തിയാക്കി 48 മണിക്കൂറിനുള്ളിൽ പണം കൈമാറുമെന്ന് കരാറുണ്ടെന്നിരിക്കെയാണ് സർക്കാരിന്റെ മെല്ലെപ്പോക്ക്. കേന്ദ്രവുമായി സംസ്ഥാന ഗവൺമെന്റുകൾ ഒപ്പുവെച്ചിരിക്കുന്ന സംഭരിച്ചു കഴിഞ്ഞാൽ വിതിൻ 48 അവേഴ്സ് 48 മണിക്കൂറിനുള്ളിൽ കർഷകന്റെ നെല്ലിന്റെ വില നൽകണം. അതിവിടെ നടക്കുന്നില്ല. കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം PRS ലോണായിട്ട് 5-6 മാസങ്ങൾ കാത്തിരുന്നതിന് ശേഷമാണ് ഞങ്ങൾ ഈ ലോണായിട്ടാണ് മേടിക്കുന്നത്. ഒരാഴ്ചയും കൂടെ കട്ടി കഴിഞ്ഞാൽ സ്കൂൾ ആരംഭിക്കുകയാണ്, മഴ വരാൻ പോവാണ്. ഞങ്ങളുടെ കയ്യിൽ 5 പൈസയില്ല. ഞങ്ങൾ വലിയ ഒരു പ്രതീക്ഷയിലായിരുന്നു. പുതിയ ഭരണം വന്നു എന്നിരുന്നാൽ പോലും നെൽകർഷകന്റെ വില നൽകണ്ടേ? നമ്മൾ കഴിക്കുന്ന ആ ചോറ് ഉണ്ടാക്കിക്കൊണ്ടുവന്ന കർഷകന്റെ വില നൽകണ്ടേ? ഇനി ഞങ്ങൾ ആരോട് പറയും? മാർച്ച് മാസത്തോടെ സാമ്പത്തിക വർഷം പൂർത്തിയായതിനാൽ ബാങ്കുകളുമായി പുതിയ കരാറിൽ സർക്കാർ ഏർപ്പെടണം. എന്നാൽ PRS തുകയെ സംബന്ധിച്ച് കാനറ ബാങ്ക് ഉൾപ്പെടെയുള്ള ബാങ്കുകളെ സമീപിക്കുമ്പോൾ സർക്കാർ കരാർ പുതുക്കിയിട്ടില്ലെന്ന മറുപടിയാണ് കർഷകർക്ക് ലഭിക്കുന്നത്. പുതിയ ഭരണ സംവിധാനം വന്നതിനാൽ ഉദ്യോഗസ്ഥരും കൈമലർത്തുകയാണ്. അവരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് പുതിയ ഗവൺമെന്റ് വന്നിട്ട് എഗ്രിമെന്റ് സൈൻ ചെയ്യണം. മാർച്ച് 31 അവരുടെ എഗ്രിമെന്റ് തീർന്നു. പുതിയ ഗവൺമെന്റ് വന്ന് പുതിയ ഫിനാൻഷ്യൽ ഇയറിൽ പുതിയ എഗ്രിമെന്റ് വെച്ചെങ്കിൽ മാത്രമേ അവർക്ക് നൽകാൻ പറ്റൂ. ഇനി ഞങ്ങൾ എവിടെ പോകും? ഉദ്യോഗസ്ഥന്മാരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഗവൺമെന്റാണ് തീരുമാനിക്കേണ്ടത്. അവർ പറയുന്ന കേൾക്കുന്നു എന്നുള്ളത് മാത്രമേ അവർ പറയുന്നുള്ളൂ. പൈസ തരേണ്ടത് ഗവൺമെന്റാണ്. ഗവൺമെന്റ് തന്ന സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ അത് സപ്ലൈകോയ്ക്ക് നൽകി. സപ്ലൈകോ അത് ബാങ്കുകൾക്ക് കൊടുത്തു. ബാങ്കുകൾ നിലവിലുള്ള ലോണുകൾ ക്ലോസ് ചെയ്തതിന് ശേഷം ഫ്രഷ് ആയിട്ടുള്ള ലോണുകളായിട്ടാണ് ഞങ്ങൾക്ക് തരുന്നത്. തെരഞ്ഞെടുപ്പ് കാലത്ത് പോലും നെല്ല് സംഭരണം കടുത്ത പ്രതിസന്ധിയിലായിരുന്നു. പാടശേഖരങ്ങളിൽ ദിവസങ്ങളോളം കെട്ടിക്കിടന്ന നെല്ല് വൻ നഷ്ടം സഹിച്ചാണ് കർഷകർ മില്ലുകൾക്ക് നൽകിയത്. പിന്നാലെ പണം കിട്ടാൻ കൂടി വൈകുന്നതോടെ കടക്കണിയിലേക്ക് കൂപ്പുകുത്തുകയാണ് കുട്ടനാട്ടിലെ കർഷകർ. ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18 ആലപ്പുഴ. ഗോപു നന്ദിലത്ത് G-Martന്റെ 64ാമത് ഷോറൂം തിരൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. തിരൂർ പോലീസ് ലൈനിൽ അത്യാധുനിക ഷോറൂമിന്റെ ഉദ്ഘാടനം പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. ആദ്യ വിപണനത്തിന്റെ ഉദ്ഘാടനം തിരൂർ നഗരസഭാ ചെയർമാൻ PP ഇബ്രാഹിം ഹാജി നിർവഹിച്ചു. ഉപഭോക്താക്കളുടെ പൂർണ്ണ സംതൃപ്തിയാണ് നന്ദിലത്ത് ഷോറൂമുകളുടെ വിജയമെന്ന് ചെയർമാൻ ഗോപു നന്ദിലത്ത് പറഞ്ഞു. ഗോപു നന്ദിലത്ത് G-Martന്റെ 64ാമത് ഹൈടെക് ഷോറൂമാണ് ഞങ്ങൾ തിരൂർക്ക് സമർപ്പിച്ചത്. വിൽപ്പനയിലും വിൽപ്പനാന്തര സേവനത്തിലും മികച്ചു നിൽക്കുന്ന ഗോപു നന്ദിലത്ത് G-Mart ഇന്നൊരു സൗത്ത് ഇന്ത്യയിലെ ഒരു നമ്പർ 1 സ്ഥാപനമാക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. അതിനു പുറമെ ഞങ്ങളുടെ നല്ലവരായ കസ്റ്റമർ സഹകരണവും പ്രോത്സാഹനവും കൊണ്ട് മാത്രമാണ് ഗോപു നന്ദിലത്ത് G-Martന് ഈ നിലയിലെത്താൻ സാധിച്ചത്. ഇന്ന് സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയൊരു ഡീലർ നില ബഹുമതി ഗോപു നന്ദിലത്ത് G-Mart ലഭിച്ചു കഴിഞ്ഞു. ഈ സീസണിൽ തന്നെ കഴിഞ്ഞ AC സീസണിൽ തന്നെ ഏറ്റവും അധികം AC സൗത്ത് ഇന്ത്യയിൽ വിൽക്കാൻ ഗോപു നന്ദിലത്ത് G-Mart സാധിച്ചു. ഞങ്ങളുടെ ഉപഭോക്താക്കൾ ഞങ്ങൾക്ക് നൽകിയ സഹകരണവും പ്രോത്സാഹനമാണ് ഗോപു നന്ദിലത്ത് G-Martനെ ഈ വിജയത്തിൽ എത്തിച്ചത്. ഇന്ന് ഈ മലപ്പുറത്തിന് ഞങ്ങളൊരു ഹൈടെക് രീതിയിലുള്ള ഷോറൂം നമ്മൾ തിരൂർക്ക് ഞങ്ങൾ സമർപ്പിക്കുകയാണ്. ഇന്ന് ഞങ്ങൾ 70% വരെ അപ്ലയൻസിനും അതേപോലെ തന്നെ ഡിജിറ്റലിനും എല്ലാത്തിനും 70% വരെ ഡിസ്കൗണ്ടും കൂടാതെ 25,000 രൂപ പർച്ചേസിന് മേലെ സൗണ്ട് ബാറും അതേപോലെ ഹോം തിയേറ്ററും അതേപോലെ തന്നെ 50,000 രൂപേന് മേലെ ട്രോളി ബാഗും എല്ലാ ഡിസ്കൗണ്ടിനും പുറമെ ഗോപു നന്ദിലത്ത് G-Mart നൽകുന്നു.
ഇതെല്ലാം ഗോപുനന്ദ ജിമാർട്ട് നൽകുന്ന ഞങ്ങളുടെ ലാഭത്തിൻ്റെ 3/4 പങ്കും ഞങ്ങൾ ഈ സീസണിൽ ഞങ്ങളുടെ കസ്റ്റമേഴ്സ് നൽകുകയാണ്. ചടങ്ങിൽ അർജുൻ നന്ദിലത്ത്, ഐശ്വര്യ നന്ദിലത്ത്, വാർഡ് കൗൺസിലർ സരോജ ദേവി കെ, CP സാലി, ഷൈനി ഗോപു നന്ദിലത്ത്, CEO PA സുബൈർ, അഡ്മിനിസ്ട്രേഷൻ മാനേജർ NP ജോയ് എന്നിവർ പങ്കെടുത്തു. ഗോപുനന്ദ ജിമാർട്ടിന്റെ പ്രത്യേകത എല്ലാ ബഡ്ജറ്റിന് അനുസരിച്ചും ഉപഭോക്താക്കൾക്ക് വന്ന് ഷോപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷോപ്പിംഗ് അനുഭവമാണ് എപ്പോഴും ഗോപുനന്ദ ജിമാർട്ട് ഒരുക്കാറുള്ളത്. അതിപ്പോൾ ഹോം അപ്ലയൻസസ് ആയാലും കിച്ചൺ അപ്ലയൻസസ് ആയാലും മൊബൈൽ ആയാലും എല്ലാം ഒരു ഇന്ത്യൻ നിർമ്മിതവും ഇന്റർനാഷണൽ നിർമ്മിതവുമായ പ്രൊഡക്ട്സുകൾക്ക് നമ്മൾ മുൻഗണന നൽകാറുണ്ട്. ഈ ഓഫറും കാര്യങ്ങളെല്ലാം കമ്പനി തരുന്നതും ബ്രാൻഡ്സ് തരുന്നതിനും പുറമെ ഗോപുനന്ദ ജിമാർട്ടിന്റെ ഓഫേഴ്സും ഇതിൽ ലഭ്യമാണ്. ഇപ്പോൾ അറിയാം, സമ്മർ കഴിഞ്ഞു, ചൂടുകാലം കഴിഞ്ഞ് മൺസൂണിലേക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ്. വാഷിംഗ് മെഷീൻ, ഡിഷ് വാഷേഴ്സ്, ഡ്രയേഴ്സ്, അതുപോലെ തന്നെ വാട്ടർ പ്യൂരിഫയർ, വാട്ടർ ഹീറ്റേഴ്സ്, അങ്ങനെ ഒരുപാട് കാറ്റഗറിയിൽ ഒരുപാട് ഓഫേഴ്സ് നടക്കുന്നുണ്ട്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഉപഭോക്താക്കൾക്കായി ആകർഷകമായ പർച്ചേസ് ആൻഡ് വിൻ മെഗാ ഓഫറുകളാണ് ഷോറൂമിൽ ഒരുക്കിയിരുന്നത്. ഇതിന്റെ ഭാഗമായി ആദ്യ ദിനം ഓരോ മണിക്കൂറിലും നടത്തിയ നറുക്കെടുപ്പിലൂടെ 10 ഭാഗ്യശാലികൾക്ക് 32 ഇഞ്ച് LED TVകൾ സമ്മാനമായി നൽകി. വരും ദിവസങ്ങളിലും നിരവധി ഓഫറുകളാണ് ഉപഭോക്താക്കൾക്കായി കാത്തിരിക്കുന്നത്. പൂർണ്ണമാവുന്നു. നന്ദി, നമസ്കാരം.